ഇതെൻ്റെ ആരംഭകാലങ്ങളിലുള്ള എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ്. ഇവിടെ പാസ്റ്റർ യോഹന്നാൻ പാസ്റ്റർ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ മെസ്സേജിലേക്ക് തിരിയുകയായിരുന്നു. ഈ വാക്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ച ശേഷം എൻ്റെ പേര് ലഗിയോനാണെന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ ശ്രോതാക്കളിൽ നിന്ന് ഒരാൾ പോലും സ്തോത്രം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കഥാപാത്രം അല്പം പ്രശ്നക്കാരനാണ്. 35-ലേറെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതായിട്ട് ഏകദേശം തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 6 സ്ഥലങ്ങളിൽ: വീട്ടിൽ, ശവക്കോട്ടയിൽ, പള്ളിയിൽ, വഴിയിൽ, കടലിൽ, കരയിൽ. വളരെ അന്തസ്സുള്ള ധാരാളം കഥാപാത്രങ്ങൾ ഉണ്ട് അതിനകത്ത്. ഇവരൊന്നും പാസ്റ്റർ എടുക്കാതെ ഇത്രയും കഷ്ടപ്പെട്ട് യോഗം നടത്തുമ്പം ഒരു ഭ്രാന്തനായ മനുഷ്യനെ അവതരിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ആളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ന് നിങ്ങൾ വിലയിരുത്തിയത് കൊണ്ടാണ് ആരും സ്തോത്രം പറയാത്തത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ൽ 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം 9-ാമത്തെ വാക്യം ഇന്ന് രാത്രി വിശദീകരിക്കുന്നു. നിന്റെ പേരെന്ത് എന്ന്. രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ 30-ാമത്തെ വാക്യമാണ്. ഒന്നും വായിക്കണ്ട. എൻ്റെ വസ്ത്രം തൊട്ടത് ആര്? മൂന്നാമത്തെ ചോദ്യം 39-ാമത്തെ വാക്യമാണ്. നിങ്ങളുടെ ഈ ആരവാരവും കരച്ചിലും എന്തിന്? അതങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു ചോദ്യമാണ്. 3 ചോദ്യങ്ങൾ ഈ അധ്യായത്തിൽ ഉണ്ടെങ്കിലും 3 ഉത്തരങ്ങൾ ഈ അധ്യായത്തിലില്ല. 3 ചോദ്യങ്ങൾക്കും 300 ചോദ്യങ്ങൾക്കും 3000 ചോദ്യങ്ങൾക്കും 3 ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെ ചോദ്യങ്ങൾക്കും അന്നും ഇന്നും ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് യേശുക്രിസ്തു മാത്രമാണ്. 3 പ്രശ്നങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. പ്രശ്ന പരിഹാരകനും പലരില്ല, യേശു മാത്രമാണ്. 3 12കളുടെ സംയോജനം ഇവിടെയുണ്ട്. 2 12കൾ ക്ലിയറാണ്. ഈ മനുഷ്യന് ഭൂതം ബാധിച്ചിട്ട് എത്ര വർഷമായി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ലൂക്കോസിൻ്റെ സുവിശേഷവും കൂടെ കണക്ട് ചെയ്തിട്ടാണ്. എന്നാൽ യായിറൂസിൻ്റെ മകളുടെ പ്രായം 12ആണ്. രക്തസ്രാവം പിടിച്ച സ്ത്രീയുടെ രോഗത്തിൻ്റെ പഴക്കം 12ആണ്. അതുകൊണ്ട് ചിലപ്പോൾ ചിന്തകന്മാർ ചേർത്ത് വെച്ചതായിരിക്കും ഇതും 12 ആണെന്ന്. അനുമാനങ്ങളെ അംഗീകരിക്കാമെങ്കിൽ 36 വർഷത്തെ പ്രശ്നം ഈ അധ്യായത്തിലുണ്ട്. പരിഹരിക്കാനും വരുന്നവന് അതിനേക്കാൾ പ്രായം കുറവാണ്. രോഗം ഏത് കുഞ്ഞിൻ്റെ ജീവിതത്തിലും വരാം. ഭൂതബാധ കുറച്ചും കൂടെ പ്രായമാവുമ്പോഴാണ് പ്രകടമാകുന്നത്. മരണം മനുഷ്യൻ്റെ വാർദ്ധക്യത്തിൽ സ്വാഭാവികമായിട്ടെത്തുന്നൊരു കാര്യമാണ്. യേശുവിൻ്റെ പ്രത്യേകത ഇവിടെ ഇരിക്കുന്ന മുൻനിരയിലെ കുഞ്ഞുങ്ങൾ മുതൽ ജീവിതത്തെ അടുത്തറിയാൻ തുടങ്ങുന്ന യൗവനക്കാരൻ മുതൽ അനുഭവിച്ചു മടുത്ത പ്രായമായവരുടെ വരെ വിഷയങ്ങൾ പരിഹരിക്കാൻ യേശുക്രിസ്തു മതിയായവനായ ദൈവമാണ്. കുരുടനായ മനുഷ്യനും ശമരിയ സ്ത്രീയും കഴിഞ്ഞാൽ കുറച്ച് അധികം വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം ഈ ഭൂതഗ്രസ്തനാണ്. 20 വാക്യങ്ങൾ. ഞാൻ ആദ്യം തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം, ഭൂതഗ്രസ്തനെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കുറച്ച് പ്രശ്നക്കാരനെ, ഒരു ഭ്രാന്തനെ എടുത്തത് കൊണ്ട് നിങ്ങളുടെ മുഖത്തൊന്നും വലിയ സന്തോഷം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങേരുമായിട്ട് കുറച്ച് ബന്ധങ്ങളുണ്ടോ എന്ന് ആദ്യം ഒന്ന് പരിശോധിച്ച് ഈ വലിഞ്ഞു മുറുകിയ ഞരമ്പൊന്ന് പൊട്ടിച്ചിട്ട് അകത്തോട്ട് കയറാം. നമുക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ്. 1, മനുഷ്യനായി പിറന്ന എല്ലാ ആളുകൾക്കും 10% അൺനോർമൽ അവസ്ഥയുണ്ട്. ഇത് ശാസ്ത്രം പറയുന്നതാണ്.
അൺനോർമൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല, ഇംഗ്ലീഷല്ലേ. മലയാളത്തിൽ എന്തുവാ? ഭ്രാന്തുണ്ട്. എല്ലാ ആളുകൾക്കും 10% കുറച്ച് കുഴപ്പമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ പറയുന്നത് 10 കുറവാന്നാണ് പറയും. അങ്ങനെയുള്ളവരെ കാണാൻ പറയും 10 കുറവാന്ന് പറയും. ചില കാണാൻ പറയും 10 ഉള്ളൂ എന്ന് പറയും. അത് കുഴപ്പമാണ്. 10 കുറഞ്ഞാൽ കുഴപ്പമില്ല. വികാരം, വിവേകം ഇതൊരു മനുഷ്യനിൽ ഉണ്ട്. പക്ഷേ രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യില്ല. ആദ്യം വർക്ക് ചെയ്യുന്നത് വികാരമാണ്. വികാരം വന്ന ആളിക്കത്തി എല്ലാം തച്ച് തകർത്തതിന് ശേഷമാണ് ആര് വരുള്ളൂ? വിവേകം വരത്തുള്ളൂ. യോഹന്നാൻ പാസ്റ്റർ പറഞ്ഞല്ലോ, അപ്പൻ കള്ളുകുടിയനായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞത്. എൻ്റെ അപ്പനും ഭയങ്കര കള്ളുകുടിയനായിരുന്നു. ഞാനും എൻ്റെ അപ്പനും എൻ്റെ വീടും ഈ പ്രസംഗവും തമ്മിൽ 100% ബന്ധമുണ്ട്. എൻ്റെ അപ്പൻ കഥാപ്രസംഗം വേദി നടത്തിക്കൊണ്ടിരുന്ന ഒരു കാതികനാണ്. ഞാനും അതിനകത്ത് ചെറുപ്പത്തിലായിരുന്നു. അപ്പം അത്യാവശ്യം പാട്ട് പരിപാടികളൊക്കെ അപ്പനറിയാം. എനിക്കും അത്യാവശ്യം അങ്ങനെ എല്ലാവരും മുമ്പിൽ പാടുന്ന ഈ പ്രേക്ഷനും പാടുന്ന പോലെയൊന്നും പാടാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അവരൊക്കെ പാടുമ്പം 24 ക്യാരറ്റാണ്. ഞാൻ പാടിക്കഴിയുമ്പം 1.25 കിലോ വെള്ളി വരും. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. അവർ തന്നെ പാടട്ടെ. അപ്പം എൻ്റെ അപ്പൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് പോകുമെന്ന് അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ട്. യേശു എന്ന അടിസ്ഥാനം, ആശ അവനിലത്ര. ശ്രുതിയും താളവും ലയവും രാഗവും സമഗ്രമായി സമന്വയിപ്പിച്ചുള്ള സുന്ദരമായ ശ്രവണമാധുര്യമുള്ള ഒരു ഗാനം. ഇതേ പാട്ടാണ് വൈകിട്ട് വരുമ്പോഴും പാടുന്നത്. അതൊക്കെ കാക്കുപ്പിച്ചാരായമാണ്. അവർ 2 കാലടിച്ച് 4 കാലയിൽ വന്ന 1 കാലയിൽ വല്ലാതെ കുത്തിയിരിക്കുന്ന അപ്പൻ്റെ പാട്ടിൽ ഇലക്ട്രോണിക്സ് ഭാഷയിൽ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. യേശുവിന് എന്നാടി സ്ഥാനം എന്ന് ചോദിച്ചുണ്ടാവരുത്. അതാണ് സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പം വീട്ടിൽ വന്ന് ഭയങ്കര ബഹളവും തമ്മിത്തല്ലുമാണ്. ഞാനൊരു ആൺകുട്ടി, 2 സഹോദരിമാർ, ഭയങ്കര ബഹളമാണ്. അപ്പൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് പാസ്സായിട്ടാണ് മരിച്ചത്. അന്നേരം പുള്ളി കള്ളുകുടിക്കന്മാർക്ക് വേണ്ടി ഒരു വാക്യം കണ്ടുപിടിച്ചു എന്നോട് പറഞ്ഞു തന്നിട്ട് ചെറുപ്പത്തിൽ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിലോ. പുള്ളി കണ്ടുപിടിക്കാൻ പഠിക്കണം. ബീഡി വലിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്നോട് പറഞ്ഞു, അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി എന്ന് വാക്യമുള്ളത് കൊണ്ട് വലിക്കാം എന്നോട് പറഞ്ഞ ആളാണ്. അപ്പോൾ അതൊക്കെ ഇവരോട് ഇങ്ങനെ ചേർത്ത് വെച്ച് പുള്ളി ചിന്തിച്ചിട്ടുണ്ട്. നേരം വെളുത്ത് ഉദയസൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഭൂമിയെ തഴുകുന്ന സമയത്ത് കിഴക്കോട്ട് നോക്കി കുറ്റിബീടി വലിച്ചിരിക്കുന്ന അപ്പൻ്റെ അടുക്കൽ അമ്മ വരുമ്പോൾ ചായ കൊണ്ട് വരുന്ന രംഗമുണ്ട്, പൊട്ടിയ ചട്ടിക്കകത്ത്. അപ്പം അപ്പൻ ചോദിക്കും, പൊട്ടാത്തതൊന്നും ഇല്ലയോ? ഇല്ല. സാരമില്ല, എല്ലാം ഉച്ച കഴിഞ്ഞ് മേടിച്ചുകൊണ്ട് വരാം. കള്ളുകുടിയന്മാർ വളരെ നല്ല ആളുകളാകുന്ന എപ്പോഴാണെന്നറിയാം? 3 സന്ദർഭങ്ങളിലാണ്. ഒന്ന്, കള്ള് വാങ്ങാൻ നിൽക്കുന്നൊരു സ്ഥലം. നിങ്ങൾ ഈ ബീവറേജ് കോർപ്പറേഷൻ കണ്ടിട്ടുണ്ടോ? നമുക്ക് ആളുകൾക്ക് പരസ്യവും നടത്താൻ വിളിച്ചാൽ ബൈബിളുമായിട്ട് നിൽക്കാൻ പോലും നാണമാണ്. അവർ ഈ VIP-കൾ എത്ര ഉന്നതന്മാരാണ് റോഡ് സൈഡിൽ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത് കാണാം. ലൈൻ കമ്പിയിൽ കാക്കരിക്കുന്ന പോലെ ഇരിക്കുന്നത് കാണാം. ആ ശാന്തത കണ്ടപ്പോൾ ഒരാൾ അടിക്കുറിപ്പ് എഴുതി, കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത സത്യം. ഇത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കീഴ്മേൽ മറിയും, അങ്ങനെ നമ്മൾ പറയുന്നത്. അതും സത്യമാണ്. കള്ള് കുടിക്കുന്നതിന് മുൻപ് തോർത്തുമുണ്ട് തലയിലും ഉടുമുണ്ട് താഴെയായിരിക്കും. കള്ള് കുടിച്ച് ഫിറ്റായി കഴിഞ്ഞാൽ ഉടുമുണ്ട് തലയിലും തോർത്തുമുണ്ട് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, ചിലപ്പോൾ താഴെ കാണും. ഇത്രയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു കഥാപാത്രമായിരുന്നു എൻ്റെ അപ്പൻ. ഒത്തിരി ഉണ്ട്, എന്നാലും ഞങ്ങൾക്കൊക്കെ മാറ്റം വരുത്തിയ യേശുവിനെ കുറിച്ച് പറയാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് വികാരവും കുറഞ്ഞാലും കൂടിയാലും വട്ടാവും, അത് ശ്രദ്ധിച്ചോളണം. ഇപ്പോൾ കോപം മുഴുത്താൽ എന്താവും? എന്താവും? മൗനം കൂടിയാൽ എന്താവും? കുഴപ്പമാവും. എന്ത് പറഞ്ഞിട്ട് ഒരാളെ ചിരിക്കുന്നില്ല, അത് കുഴപ്പമാണ്. കാരണം ചിരിക്കാത്ത ഒരാളുടെ മുഖവും മൃഗത്തിൻ്റെ മുഖവും ഒരുപോലാണ്. വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തുകൊണ്ടുപോയി വീട്ടിൽ ചെന്ന് പട്ടിയുടെ പൂച്ചടിച്ച് നോക്കുക, ഏതാണ്ട് ഒരുപോലെ ഇരിക്കും.
അപ്പം നിർത്താതെ ചിരിച്ചാലോ? അത് ഭയങ്കര പ്രശ്നമാണ്. ഏത് കാര്യം ഞാൻ പറഞ്ഞു, ഈ ആത്മീയത പോലും ലെവല് വിട്ടാൽ വട്ടാവും. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തെ വിട്ടാൽ വട്ടാവും. യോശുവയോട് ദൈവം പറഞ്ഞു, വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. കണ്ടോ, സ്ട്രൈറ്റ്. 1 സങ്കീർത്തനം, നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്, പിന്നെ ഞാൻ ഓടണം. 100 മീറ്റർ ഓട്ടമല്ല, 24 മൈൽ മാരത്തൺ ഓട്ടം പോലെ സാവധാനത്തിൽ ഓടണം. ഫിനിഷിംഗ് ലൈൻ ആർജവത്തോടെ ഓടണം. ദാവീദും ശലോമോനും പറഞ്ഞ വാക്യം അറിയാമോ? കുതിരയെ പോലെയാകരുത്, കോവർ കഴുതയെ പോലെയും ആകരുത്. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി എന്ന് പോഷിപ്പിക്കണം. ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് വെച്ചാൽ ബാലൻസ് ചെയ്ത ലൈഫാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് മനസ്സിലാവും. ഒരു ഊടുമുറില്ലാത്ത ബഹളോ ഒച്ചപ്പാടൊന്നും മാത്രമൊന്നുമല്ല ഇത്. അപ്പോൾ ഏത് വികാരവും അങ്ങനെ നിയന്ത്രിച്ചെങ്കിൽ ഭ്രാന്താവും. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് നിങ്ങൾക്കും എല്ലാം 10% എന്തുണ്ട്? ഭ്രാന്തൊന്നും പറയണ്ട, ചെറിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ മതി, ഒരു സമാധാനമായിക്കോട്ടെ. ചെറിയ കുഴപ്പം, ചെറിയ 10%. ഒക്കെ എപ്പോഴൊക്കെ കയറി വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ 50 കൊല്ലം ജീവിച്ച ഭാര്യയോട് പോലും ദേഷ്യപ്പെടുമ്പോൾ നിനക്കെൻ്റെ ഒരു വശം മാത്രമേ. അത് ശരിയാണ്. നമുക്ക് ആർക്കും പിടികിട്ടാത്തൊരു സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ മർക്കോസ് 5-ാം അധ്യായത്തിൽ ഈ ഭ്രാന്തനായ മനുഷ്യൻ്റെ രീതികൾ നോക്കുക. അത് നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ട്. അല്ല വേറെ ഇനിയിപ്പോൾ ആരാമ അതൊന്നും തപ്പാൻ പോണ്ട കാര്യമൊന്നുമില്ല. ഒന്ന്, ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം, ആരോടൊന്നില്ലാതെ ഇവൻ ഉറക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. ആ സംസാരത്തെക്കുറിച്ച് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തെ എന്നെ ആർ വിടുവിക്കും, അതൊക്കെ പറഞ്ഞു എന്നാണ്. ഭാവനപരമായിട്ട് വേണമെങ്കിൽ അംഗീകരിക്കാം, തെറ്റല്ലാത്തൊരു കാര്യം. ഭാവനാപരമായി ഈ ഭാജ്യം ചെയ്തു, ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഈ എന്തോന്നില്ല, ആരോടൊന്നില്ലാതെ ഉറക്കെ വർത്തമാനം പറയുന്ന കുറേ ആളുകൾ, നമ്മൾ ഉറക്കെ വർത്തമാനം പറയുമ്പോൾ മാത്രമേ നാട്ടുകാർക്ക് പ്രശ്നമുള്ളൂ. ഈ വഴിയിലൂടെയൊക്കെ എന്തോ ഒരു ഉറക്കെ ആളുകൾ പറഞ്ഞുകൊണ്ട് പോകുന്നറിയാമോ? ഒന്നാമത് ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം എന്നോ അന്താരാഷ്ട്ര കാര്യങ്ങൾ ആളുകൾ റോഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോകുന്നേ. വേറെ ഒരു ശബ്ദവും കേൾക്കാതിരിക്കാൻ ഇപ്പോഴത്തെ മിക്കവാറും പിള്ളേരെ കണ്ടിട്ടില്ലയോ? ഇയർഫോണൊക്കെ വെച്ച് ചെവിയൊക്കെ അടയ്ക്കേണ്ടത് ചത്ത് കിടക്കുമ്പോഴാണ് പഞ്ഞി വെച്ച്. ഇപ്പോഴേ അടച്ചേക്കുക, ശബ്ദ തരംഗങ്ങൾ തടുത്തു നിർത്തി അകത്തേക്ക് പോകാനാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അതൊന്നും അവർക്ക് അടയ്ക്കുക. 35-40 നിൻ്റെ പണി തീർന്നു. ഒരു വഴി പോലും ചോദിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പം ഇതെടുത്തേച്ചാണ് എന്നൊക്കെ ചോദിക്കുന്നത്. റൂട്ട്സിൻ്റെ ഹോൺ അടിച്ചാൽ പോലും കേൾക്കുകയില്ല. കാലം മാറിയതുകൊണ്ട് അതിനെ ഒത്തിരി പരിഹസിക്കാനില്ല. അതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ചിന്ത കുറിക്കുകയാണ്. ബാറ്ററി ചാർജ് തീരുന്നവരെയും ചെവി ചൂടാകുന്നവരെയും ഫോൺ ചൂടാകുന്നവരെയൊക്കെ കൂട്ടുകാരോട് സംസാരിക്കാൻ പഠിച്ച താങ്കൾ ഒരിക്കലെങ്കിലും ഹൃദയം ചൂടാകുന്നതുവരെ ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചെറിയ കുഴപ്പമുണ്ട്. പിള്ളേർക്കൊക്കെ വേണ്ട ഫോൺ പോലും അറിയാമല്ലോ ഏതാണെന്നല്ലേ? ഏതാ വേണ്ടിയത്? കൊച്ചു പിള്ളേർക്കൊക്കെ ഏത് ഫോണാണ് വേണ്ടിയത്? ആപ്പിൾ അല്ലേ? എൻ്റെയൊക്കെ ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പേരയ്ക്കാന്ന് പറയും. അങ്ങനെ 7000 രൂപയുടെ ഫോണാണ്. എല്ലാം ഉപയോഗം ഒന്നുപോലല്ലേ? 50 വയസ്സിൽ തിരിച്ചറിയുന്ന 10 കാര്യങ്ങൾ ഒരു കാര്യമാണിത്. ഒന്നാമത് ഈ ആപ്പിളിൻ്റെ ഒരു ഭാഗം കടിച്ചതാ, കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ലോ? ഇത്രയും കാശ് കൊടുത്ത് ഐഫോൺ എന്നും പറഞ്ഞ് പേരൊക്കെ പിടിച്ച് നമ്മൾ 80,000 മേടിച്ചപ്പോഴേ ഓർത്തോളം കടിച്ച ആപ്പിളാണ്. കടിക്കാത്ത ആപ്പിൾ 1 കിലോ 200 കൂടി ഇഷ്ടം പോലെ കിട്ടും. അത് പിള്ളേർക്ക് വേണ്ട, കടിച്ച തന്നെ മൂലം മതി. എന്തോ ചെയ്യാനാ? ഇതെല്ലാം ഈ സ്ക്രൂ ഇളകാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ട ഒരു സാധനമാണെന്ന് ഈ പറയും. ഇനി വേറൊരു കാര്യം കേൾക്കണോ? ഇവിടെ ഉണ്ട്, ഇവനെ ആർക്കും അടക്കുവാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ അവിടെയുണ്ട്. ചില ആളുകളെ നമുക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല. അവർ പറയും, എന്നെ ആരും ഉപദേശിക്കണ്ട, ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം, നിങ്ങളാരാ ചോദിക്കാൻ, നിങ്ങൾക്ക് എന്നെ നന്നാക്കാനൊന്നും പറ്റുമോന്നില്ല. ഈ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വീരശൂര പരാക്രമികളായിട്ടാണ് കാണുന്നത്. ഇരട്ടച്ചങ്കരെന്നോ മുഖച്ചങ്കരെന്നൊക്കെ വഴി വിളിക്കാം. അതൊന്നുമല്ല മക്കളെ, നിനക്ക് വട്ടാണ്. ആർക്കെങ്കിലുമൊക്കെ ഒതുങ്ങണം വെച്ചാൽ
സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. സത്യം. അത് എപ്പോൾ വരെയാ? അവനേക്കാൾ വലിയവനെ കണ്ട മാത്രയിൽ അവൻ ചെറുതായി. നിനക്കൊരു ഇരട്ടച്ചങ്കം. എൻ്റെ അപ്പനൊരു ചെറുനാരങ്ങ കയറ്റി വയ്ക്കാവുന്ന 2 മീശ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് ഒരു ചെറിയ നാരങ്ങ എവിടെയും കയറ്റി വയ്ക്കും, ഒരെണ്ണം എവിടെയും കയറ്റി വയ്ക്കും. അപ്പോൾ ചെറുനാരങ്ങ കയറ്റി വയ്ക്കാവുന്ന മീശയും ഇരട്ടച്ചങ്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മസിൽ പവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മോനെ ആർക്കെങ്കിലൊക്കെ ഒതുങ്ങണവിടെ. ഞങ്ങളൊക്കെ ഇതുപോലെ ആർക്കും ഒതുങ്ങാത്ത കുറേ പാർട്ടികളായിരുന്നു. ഞാൻ പറയുന്ന പോലെ എങ്ങനെയെങ്കിലും പെന്തക്കോസിൽ ഓടിക്കേറിയതല്ല, കയറാതിരിക്കാൻ അരക്കൈ നോക്കിയതാ. പക്ഷെ കണ്ടോ, ഇപ്പം എല്ലാം ഫുൾ കൈയിട്ടിരിക്കുന്നത് കണ്ടോ. അതുകൊണ്ട് വെറുതെ സമയം കളയണ്ട, നേരത്തെ കയറിക്കുക നല്ലത്. ആരോടൊന്നില്ലാതെ വർത്തമാനം പറഞ്ഞ് നടക്കുക മൊത്തത്തിൽ. അടുത്തത് കേൾക്കണോ? ഇവന് വസ്ത്രം തീരെ ഇല്ലായിരുന്നു. അവിടെ ഉണ്ട് ഇതല്ല, ഇവന് തുണിയില്ല. അപ്പം ഇന്നത്തെ ഈ വസ്ത്രത്തിൻ്റെ നീളം കുറയുമ്പം അത് കാണുമ്പോൾ നമ്മൾ എന്തോ മനസ്സിലാക്കണം. എടുത്തു കഴിഞ്ഞ തുണിയുടെ അവസാനം വന്ന് 20 സെൻറ്റിമീറ്റർ റിഡക്ഷൻ സ്റ്റൈലിൽ മാനേജറുടെ വിലപേശി ചോദിച്ചു മേടിച്ച ആ തുണി കൊണ്ട് അടിച്ച ചുരിദാറോ പാൻറ്റോ ആണെന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇനി 2 കൂടെ ഇളകാനുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പം നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകളില്ലേ? ഉണ്ട്. ഇപ്പം ഫസ്റ്റ് കസിനായില്ലേ ഈ പുള്ളി? ആയി. ഒരു 10 മിനിറ്റും കൂടെ ഞാൻ പറയാമെങ്കിൽ നിങ്ങൾ സംശയിക്കും ഞാൻ തന്നെയാണോ എന്ന്. അതുകൊണ്ട് ആ അപകടത്തിലേക്ക് ഇപ്പം പോകുന്നില്ല, അവസാനം പോവാം. ഇനി ഞാനിവിടെ പിശാചിനെ കുറിച്ച് കുറച്ച് കാര്യം പറയാൻ പോവാം. ഭൂതഗ്രസ്തൻ എന്തിനാ പറയുന്നത് വെച്ചാൽ ഒന്ന് പഠിക്കാൻ വേണ്ടി പറയാം. ആവശ്യമുള്ളതിനില്ലാത്തതിനെല്ലാം ഈ പുള്ളിയെ കുറ്റം പറയുന്നവരാണല്ലോ നമ്മൾ. പിശാചിനെയും ദൈവം സൃഷ്ടിച്ചതാണെന്നൊരു ദൈവശാസ്ത്രമുണ്ട്. പുള്ളിനെ ദൈവം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ടല്ലേ ദൈവത്തോട് ചോദിച്ചേച്ചേ പുള്ളി പോലും ചില കാര്യം ഇയ്യോബിനെ തൊട്ടോട്ടെന്ന് ചോദിച്ചത്. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇവനെ നോക്കി ഒന്ന് പഠിച്ചാൽ എന്നാ കുഴപ്പം? ബൈബിൾ കോളേജിലെ അധ്യാപകരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വല്ല തിയോളജിക്കൽ മിസ്റ്റേക്കും പറഞ്ഞെങ്കിൽ എന്നെ രഹസ്യമായിട്ട് തിരുത്തിച്ചു വേണം വിടാൻ. നമ്മളിപ്പോൾ ആരെ നോക്കി പഠിക്കണ്ടേ? ഞാൻ ഇവനെ നോക്കി ഈ ഭൂതത്തെ നോക്കി പഠിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അംഗീകരിക്കുക, ഇല്ലെങ്കിൽ തിരുത്തുക. 1, ഇവന് ഉറക്കമില്ല. നമുക്കോ? പെന്തിക്കോസ്തുകാരെ യോഗം തുടങ്ങുന്ന 6 മണിക്കാണ്. അന്നേരം മുതലേ ഉറക്കാം ചില ആളുകൾ. 6 മണിക്ക് ഉറങ്ങുന്ന ഒരൊറ്റ ഗ്രൂപ്പ് പെന്തിക്കോസ്തുകാർ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് 12 മണിക്ക് ഉറങ്ങുള്ളൂ. അപ്പോൾ അവന് ഉറക്കമില്ല, നമുക്ക് ഉറക്കമേ ഉള്ളൂ. എന്നാലും നമുക്ക് ഒത്തിരി ആക്ഷേപിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ മീറ്റിങ്ങിന് വന്ന് ഉറങ്ങുന്നവരെ കുറിച്ച് പറയുന്നത്, ഞാൻ സമാധാനത്തോടെ. അപ്പോൾ സമാധാനം ഉണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റുള്ളൂ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഉണ്ട്. വീട്ടിൽ എന്തില്ല? അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഉറങ്ങുക. അതെങ്കിലും കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഭയങ്കരമായിട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ പിറകിലോട്ട് മാറിയിരിക്കുക. കാരണം കൂർക്കം വലി അടുത്തുള്ള ബുദ്ധിമുട്ടാകാതിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. 2, അവന് വിശ്രമമില്ല. ആർക്ക്? പിശാചിന് വിശ്രമമില്ല. ആരെ വിഴുങ്ങേണ്ടൂന്ന് കരുതി രാപ്പകൽ വിശ്രമം കൂടാതെ നമുക്ക് പ്രവൃത്തി ദിവസങ്ങളില്ല. അതാ തിങ്കളാഴ്ച എന്തോ ചെയ്യണോ ഭാഷ എന്ന് ഒരു ഭാഷ പറഞ്ഞു. തിങ്കളാഴ്ച എന്നാ ചെയ്യാനാ? തിങ്കളാഴ്ച ഹോളിഡേ ആണ്. ഞാൻ ചോദിച്ചു അതെന്നാ? ഞായറാഴ്ച യുദ്ധം കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഒരു അവധി വേണമെന്ന്. അപ്പം ഞായറാഴ്ചത്തെ യുദ്ധം എന്താണെന്ന് മനസ്സിലായില്ലോ. ഭയങ്കര വർക്കാണ് ഈ പുള്ളി. ആ വർക്കൊക്കെ നിങ്ങൾ പഠിച്ചു, നെറ്റ്വർക്ക് പഠിച്ചില്ല. അതൊക്കെ ഇവൻ്റെ ഇന്ന് പോയതാ. ഇവൻ ഈ മനുഷ്യൻ്റെ അകത്ത് കയറിയപ്പം എൻക്രോച്ച് പിടിക്കാതെ വിധത്തിൽ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുന്നു. അവൻ പോയി, തന്നെ തിന്നില്ല കേട്ടോ. അവൻ പോയി എത്ര പേരെ കൊണ്ടുവന്നു? വചനം പഠിച്ചവർ പറ, 7 പേരെ. അപ്പം ആ 7 പേര് വന്നപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുന്നു. ആ 7 പേര് പോയി 7 49 പേരെ. ഒരാൾ പോയാൽ തിരിച്ചു വരുമ്പോൾ എത്ര പേരെ കൊണ്ടുവരും? 7 പേരെ കൊണ്ടുവരും. 7 പേരെ കൊണ്ടുവരും. ഇത്രയും മനസ്സിലായില്ലോ? ആ മനസ്സിലായി. രക്ഷിക്കപ്പെട്ട ശേഷം ഒരാളെയെങ്കിലും രക്ഷിക്കപ്പെടുത്തിയവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി സ്വോത്രം പറ. കണ്ടോ, ഇത്രയും പേര് നിന്നിട്ടും എത്ര കൈ പൊങ്ങി? ഈ കൈ പൊക്കാത്തവരാരെ കണ്ടു പഠിക്കണം? ഒരു ഞായറാഴ്ച സഭായം കഴിഞ്ഞ് പോയാൽ അടുത്ത ആഴ്ച വരുമ്പോൾ ഒരാളെയെങ്കിലും കൊണ്ടുവരണ്ടേ? എൻ്റെ പൊന്നെ, ആരെയും കൊണ്ടുവരണ്ട. ദൈവത്തെ ഓർത്ത് നിങ്ങളെങ്കിലും അടുത്ത ആഴ്ചയെങ്കിലും വന്നേച്ചാൽ മതി.
പോണവരെ കിട്ടുന്നില്ല, പിന്നെയാണ് വേറെ. ഇവൻ്റെ ആ സ്ഥലത്തെ നിങ്ങൾ കണ്ടോ? ഹൗസ് ഫുൾ. 6000 റോമൻ ബറ്റാലിയനെ കണക്കാ. ഹൗസ് ഫുൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേരളത്തിൽ 6000 പേരുള്ള സഭ? ഇല്ല. അത്യാവശ്യം വലിയ സഭകളിലൊക്കെ ഞാനും പോയിട്ടുണ്ട്. 6000 പേരുള്ള സഭ 1-2 ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ പിന്നെ ആവശ്യമില്ലാത്ത കുറേയൊക്കെ തള്ളിമറിച്ചൊക്കെ പറയും. ഇത്ര 1000 പേരൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. അത് കിടക്കട്ടെ. അപ്പോൾ നമുക്കെന്താ 6000 സഭയാകാത്തത്? നമ്മൾ 100 കഴിഞ്ഞാൽ അപ്പോഴേ പൊട്ടിക്കും. അപ്പോൾ നിങ്ങളെന്ത് മനസ്സിലാക്കണം, ഇവിടെ 6000 എണ്ണം ഒരുത്തൻ്റെ അകത്ത് താമസിച്ചിട്ട് തമ്മിത്തല്ലുണ്ടോ? ബഹളമുണ്ടോ? നിങ്ങളെന്നാ മിണ്ടാത്തെ? എന്നാൽ പിന്നെ നിങ്ങളുടെ ഭാഷയെ പറയാം. തെരഞ്ഞെടുപ്പുണ്ടോ? പാനലുണ്ടോ? അഴിമതിയുണ്ടോ? ആരോപണമുണ്ടോ? ഉന്തും തള്ളുമുണ്ടോ? വരവുക ചെലവുക ഇല്ലക ഉണ്ടോ? കമ്മിറ്റിയുണ്ടോ? ഓ, കണ്ടുപഠിക്കണം. വിഷമം വരുമെങ്കിലും പറയേണ്ടിയിരിക്കുക. കണ്ടുപഠിക്കണം. ഏലക്കണ്ടം തുളുമ്പാതെ 6000 എണ്ണം യാതൊരു പ്രശ്നവുമില്ലാതെ 10-12 കൊല്ലം ഒരുത്തൻ്റെ അകത്തൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടുപഠിക്കണ്ടേ അവനെ? യൂണിറ്റി, ഐക്യത കണ്ടുപഠിക്കണം. നമ്മളൊക്കെ കാല് പിടിച്ചിട്ടാ ചില യോഗത്തിന് വരുന്നേ. ആരെ യോഗ? എന്നാരെ യോഗ? എന്നാ പിന്നെ നമ്മൾ പോകേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെയാ. ഇത്രയും പേര് വന്നല്ലോ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യനൊഴികിയ ബാക്കി എല്ലാവർക്കും യൂണിറ്റി ഉണ്ട്. അതറിയാമോ? പടിഞ്ഞാറോട്ട് പറക്കുന്ന കാടപക്ഷികളോട് ദൈവം ചോദിച്ചു, ഇന്ന് എവിടേക്കാ? അന്നുള്ള കൊച്ചിനുള്ള വക തേടി പടിഞ്ഞാറൻ പാടശേഖരങ്ങൾ ലക്ഷ്യമാക്കി ഞങ്ങൾ പറക്കുന്നു. വിനയാനുതരായി മറുപടി പറഞ്ഞു. ദൈവം പറഞ്ഞു, ഇന്ന് പറക്കണ്ട, തിരിച്ചു പോകാം. സന്തോഷമായി അധ്വാനിക്കാതെ കൂടാരത്തിനകത്ത് ഭക്ഷണം കൊണ്ടുതരാൻ ദൈവത്തിന് പദ്ധതി കാണും എന്ന് വിചാരിച്ച് തിരികെ പറക്കാൻ നേരം ദൈവം പറഞ്ഞു, കൂട്ടിലേക്കല്ലാട്ടോ. പിന്നെ എങ്ങോട്ടാ? കൂടാരത്തിലേക്ക്. എന്തിന്? എൻ്റെ ജനത്തിന് മാംസാഹാരം വേണമെന്നൊരാഗ്രഹം. ഞാനിപ്പോൾ നോക്കിയിട്ട് നിങ്ങളെ കൊടുക്കാനാ തോന്നുന്നത്. നിങ്ങളുടെ ജീവിതം ഇന്ന് ഇവിടെ വെച്ച് തിരശ്ശീല വീണു. ഇന്നലെ പോലും പറഞ്ഞിട്ടില്ല. കുട്ടിയും ഗോലും കളിക്കുന്ന കുട്ടികൾക്ക് മുമ്പിൽ 307 വന്ന് ലാൻഡ് ചെയ്യുന്ന പോലെ പിടിക്കാൻ ഭാഗത്തിൽ നിന്നു കൊടുക്കണം. അതിനാണ് തിരിച്ചു പറക്കുന്നത് എന്നറിഞ്ഞിട്ടും എബൌട്ട് ടേൺ എന്ന് പറഞ്ഞ ഒരെണ്ണം കൂട്ടിലേക്ക് പറന്നിട്ടില്ല. ദൈവം പറഞ്ഞാൽ കാടപ്പക്ഷികൾ ഒരുമിച്ച് നിൽക്കും. 300 കുറുക്കന്മാർ, 150 ജോഡി. പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്നാമത് ഉടായ്പിന് PhD എടുത്താ കുറുക്കൻ. 2 എണ്ണത്തിൻ്റെ കാല് പിന്നെ വാല് വീതം കൂട്ടിക്കെട്ടി. നമ്മളെ കൊണ്ട് പറ്റൂ? ഒരു ചലഞ്ച്. ഒരു കലത്തിൽ വെന്തുമറിയുന്ന നിങ്ങളുടെ വീട്ടിലെ ചോറ് തിന്നുന്ന പട്ടിയും പൂച്ചയും ചിലപ്പോഴൊക്കെ വീട്ടുമുറ്റത്ത് ഒരുമിച്ച് കളിക്കുന്നത് കണ്ടിട്ടില്ലേ? ചിലപ്പോഴൊക്കെ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഒരു കലത്തിലെ ചോറ് തിന്നുന്ന പട്ടിയുടെയും പൂച്ചയുടെയും വാല് തമ്മിൽ ഒന്ന് കൂട്ടിക്കെട്ടാൻ? എത്ര പേർക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാം? നാളെ എങ്ങനെ കഴിഞ്ഞിട്ട് മതി. കാരണം ആശുപത്രി ഒന്ന് കാണാനുള്ള സമയമില്ല. അതുകൊണ്ടാണ്. നടക്കത്തില്ല മക്കളെ. പട്ടിയും പൂച്ചയും. ഞങ്ങൾ 1000കണക്കിന് ആളുകൾക്ക് നടുവിൽ വെച്ച് സർപ്പൂരാമീ എന്ന് പറഞ്ഞുകൊണ്ട് പിടിപ്പിച്ച കെട്ടിയോളും മാപ്പിളയും കൂടെ ജീവിക്കുന്നില്ല. പിന്നെയാണ് ഇവിടുത്തെ പട്ടിയും പൂച്ചയും. ഞങ്ങളൊക്കെ ആകെ പെട്ടിരിക്കുക. ഭയങ്കര ആർഭാടം നടത്തിയ കല്യാണം, പിന്നെ ഡിവോഴ്സിന് സാക്ഷ്യം പറയാൻ പോകണം, ഇപ്പോൾ പ്രബന്ധം അവതരിപ്പിക്കാൻ തുടങ്ങുക. വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കാൻ. അതൊക്കെ വിട്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അധികം പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇതിനൊക്കെ തീ പിടിച്ചാലും യഹോവയ്ക്കും ഗിദയോനും വേണ്ടി എന്നൊരു മുദ്രാവാക്യം മുഴങ്ങുമെങ്കിൽ തല വെച്ചു കൊടുക്കാൻ അവർ തയ്യാറാണെന്നേ. അപ്പൊ കുറുക്കന്മാർക്ക് യൂണിറ്റി ഉണ്ട്. ചാകാൻ ദൈവത്തിന് വേണ്ടി. 13 മൈൽ നീളം, 7 മൈൽ വീതി, 70-700 അടി താഴ്ച, 22 തരത്തിലുള്ള മീൻ. ഗന്നേശ്വര തടാകം. ഇന്നൊരു വല വരും, ഒരെണ്ണം കയറിയേക്കരുത്. വെട്ടിമാറി, വകഞ്ഞു മാറി, ഒഴിഞ്ഞു മാറി പത്രോസ് രാപകൽ അധ്വാനിച്ചിട്ടും ഒരൊറ്റ എണ്ണം കയറിയില്ല.
പെട്ടില്ല ആ ചൂണ്ടയിൽ ഒരുത്തനും. സന്ധ്യ മയങ്ങി. അന്ന് രാത്രിയിൽ തൃണാമത്സ്യക്കൂട്ടങ്ങൾ പാട്ടുപാടി ആരാധിച്ചു. നീങ്ങിപ്പോയി. കിഴക്ക് ഉദിച്ചു വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ പൊൻകിരണങ്ങൾ ഗന്നേസര് തടാകത്തിൻ്റെ കരയിൽ ഓളം വെട്ടിയപ്പോൾ ദൈവം പറഞ്ഞു, പടകിൻ്റെ വലത്തുഭാഗത്തൊരു വല വരും, ഇടിച്ചു കയറിക്കും. മുൻപേ പോകുന്ന വലിയ മീനോട് ചെറിയ മീനോട് ചോദിച്ചു, എവിടേക്കാണ് അത്ര ധൃതിയിൽ? വല വരും, കയറാൻ പോവുകയാണ്. അച്ഛനെ വട്ടാണോ? ഇത്ര നാളെ വല കണ്ടാൽ വെട്ടി ഒഴിഞ്ഞ് നമ്മളെന്താ കയറുന്നേ? പുള്ളി പറഞ്ഞു, യേശു പറഞ്ഞു കയറിക്കോളാൻ. കയറിയാൽ വള്ളത്തിനകത്തിടും, വെള്ളത്തിലിട്ടാൽ കൂടയിൽ പിടിച്ച് ലേലം ചെയ്തുകൊണ്ടുപോകും. ലേലം ചെയ്താൽ ഏതെല്ലാം അമ്മച്ചിയുടെ കയ്യിലിരിക്കും. അമ്മ ചെയ്താൽ അമ്മച്ചി അതിന് നമ്മുടെ ചെയ്തപോലെ കളഞ്ഞ് ഉപ്പും മുളകും തേച്ച് വറച്ചെടുക്കുന്ന ഉരുളും. വാറചട്ടിയിൽ കിടന്ന് ഉരുളാനാണ് എത്ര വേഗത്തിൽ അങ്ങോട്ട് പോകുന്നേ? യേശു പറഞ്ഞടാ കയറിക്കോളാൻ. ഓരൊറ്റ മീൻ വഴി മാറിയില്ല. തെളിവ്, വള്ളം മുങ്ങാറായി, വല കീറാറായി. ഈ രാത്രിയിൽ ഞാൻ ആദ്യമായി ഒരു കനപ്പെട്ട വിലപ്പെട്ട ദൂത് കൈമാറുകയാണ്. യോഗം ആരും നടത്തട്ടെ, ഈ ദേശത്തിൻ്റെ അധികാരം പറയുന്ന അധിപതിയെ ആയുധം താഴെ വെപ്പിക്കണമെങ്കിൽ ഈ ഇരിപ്പ് പോരാ, ഈ സ്തോത്രം പോരാ എന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഒരു 15 സെക്കൻഡ് നിങ്ങൾ കരമടിച്ചിട്ട് പറയണം, ഇന്ന് രാത്രിയിൽ നാളെ രാത്രി യോഗം തീരുന്നതിന് മുൻപ് ദേശത്തെ ചില ആത്മാക്കളെ പടഞ്ഞു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾക്കും മീതെ ഒരു ബാബു പാസ്റ്ററിന്റെ ഏക പ്രവൃത്തിയല്ല, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആത്മാക്കൾ വിടുവിക്കപ്പെടുമെങ്കിൽ ഇന്ന് രാത്രി അത് സംഭവിക്കണമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർത്തടിച്ച് അസൂയ ഇല്ലാതെ ഒന്ന് ദൈവത്തെ സ്തുതിക്കണമെന്ന്. ഈ സ്തോത്രം പറയാൻ നേരത്തെ ആളുകളൊരു പ്രശ്നമുണ്ട്. നിങ്ങളെല്ലാവരും അന്നേരം സ്റ്റേജിൽ ഇരിക്കുന്നവരെയാണ് നോക്കുന്നത്. അവർ പറയുന്നുണ്ടോന്നോ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. ചിലതങ്ങൾ ഒന്നും പറയത്തില്ലെന്നേ, ചുമ്മാ കയറി ഇങ്ങനെ ഇരിക്കുക, വെള്ളക്കൊക്കെ മീനെ പിടിക്കാതിരിക്കുന്ന പോലെ. നമ്മുടെ പ്രസംഗം വിജയിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്നതിനേക്കാൾ പിറകിന്നൊരു സ്തോത്രം കിട്ടണം. പത്രോസ് 11 പേരോട് ഉള്ളി മുമ്പിൽ 11 പിറകിലുണ്ട്. ഇത് നമ്മൾ അവര് ചില ഒരു നാഴിക്കകത്ത് ഇറങ്ങും. അപ്പം ഞങ്ങൾ ഒക്കെ പറയുന്നത് ഈ വലിയ വലിയ സീനിയർ പാസ്റ്റർമാർ സ്തോത്രം പറഞ്ഞാൽ രക്ഷപ്പെട്ടു, യോഗം വിജയിച്ചു. പൊന്നച്ചൻ പാസ്റ്റർ എനിക്ക് നല്ല ധൈര്യമാണ് സ്തോത്രം പറയുമെന്ന്. ഞാനങ്ങോട്ട് നോക്കുന്നില്ല. അവരാര് കൈവക്കിയാലും പൊക്കിയിലും നിങ്ങൾ അവരെ നോക്കണ്ട, നമ്മൾ ദൈവത്തെ സ്തുതിച്ചോളാം. അവരും ദൈവത്തെ സ്തുതിക്കും. കാരണം ഇന്ന് രാത്രിയിലെ മെസ്സേജ് ഗദരദേശത്തെ മെസ്സേജ് അല്ല. 2000 കൊല്ലം മുൻപ് സമയമില്ലാതിരുന്ന കർത്താവ് ഗദരദേശത്ത് അടിയന്തരമായി എത്തിയെങ്കിൽ ബാങ്കിൽ മിച്ചം കിടക്കുന്ന പണത്തെ വൈറ്റാക്കാൻ വേണ്ടി ബാബുപ്പാസ് നടത്തിയ യോഗമല്ല ഇത്. ഇല്ലായ്മകളിൽ നിന്നും ചരതിച്ചു വെച്ചും വീടുകൾ തോറും കയറി ഇറങ്ങിയും നിങ്ങളിരുന്ന സ്തോത്രക്കാഴ്ച കൊണ്ട് കണ്ണുനീരോടെ ഈ യോഗം നടത്തുന്നെങ്കിൽ ആ കണ്ണുനീര് ഇന്ന് രാത്രി ചില ആത്മാക്കളെ വിടുവിക്കുവാൻ പര്യാപ്തമാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന്. നമ്മുടെ പ്രാർത്ഥനയെ തടയുന്നവനാണ് പിശാച്. പക്ഷെ ഇവൻ യേശുവിനെ കണ്ടപ്പം പ്രാർത്ഥിച്ചു. അതറിയാമോ? അതൊക്കെ എന്നാ മർമ്മമാ. 3 സ്ഥലത്താണ് ഇവൻ അപേക്ഷിച്ചു എന്ന്. സമയത്തിന് മുൻപേ ഞങ്ങൾ എന്ത് ചെയ്യരുത്? ദണ്ഡിപ്പിക്കരുത്. അപേക്ഷിച്ചു. 2, നാട്ടിൽ നിന്ന് അയച്ചു കളയാതിരിപ്പാൻ അപേക്ഷിച്ചു. 3, അയക്കുകയാണെങ്കിൽ പന്നിക്കൂട്ടത്തിൽ അയക്കണമെന്ന് അപേക്ഷിച്ചു. അബദ്ധത്തിലാണെങ്കിൽ 1 പ്രാവശ്യം കൊണ്ട് ആപ്ലിക്കേഷൻ മടക്കിയാനെ. ഇത് 3 പ്രാവശ്യം അറിഞ്ഞോണ്ടാ. എൻ്റെ പൊന്നച്ച നാട്ടുകാരെ, സകല മതിലേലും എഴുതി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതൊന്നും കേൾക്കുന്ന പ്രാർത്ഥനയല്ലെന്നും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കണ്ണിൻ്റെ മുമ്പിൽ വന്നപ്പോൾ പ്രാർത്ഥനയെ തടയുന്നവൻ പോലും അവനോട് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ചോദിക്കും, നിങ്ങൾക്കറിയാമോ അത്യുന്നതനായ മഹോന്നത ദൈവത്തിന്റെ പുത്രൻ ഏകരക്ഷിതാവ് ലോകകർത്താവ് യേശുക്രിസ്തു മാത്രമാണെന്ന് പിശാചിന് പോലും പറയാ. നിങ്ങൾക്കറിയാമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അതറിയണം ഇന്ന് രാത്രിയിൽ. യേശു വന്നതുകൊണ്ട് ഇവന് സംഭവിച്ച 4 മാറ്റങ്ങളാണ് എൻ്റെ പ്രമേയം. യേശു വന്നതുകൊണ്ട് ഗദരദേശത്തുള്ള ഭൂതഗ്രസ്തന് സംഭവിച്ച 4 മാറ്റങ്ങൾ. 1, യേശു വന്നതുകൊണ്ട് അവൻ്റെ നിലവിളി മാറി. 2,
യേശു വന്നതുകൊണ്ട് അവൻ്റെ പേരു മാറി. 3, യേശു വന്നതുകൊണ്ട് അവൻ്റെ നഗ്നത മാറി. ഫൈനൽ, യേശു വന്നതുകൊണ്ട് അവൻ്റെ താമസം, വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്, അവൻ്റെ വീട് മാറി. 4 കൂടെ മാറിയപ്പം പിൻകോഡ് മാറി. 62, 37, 46 ആയിരുന്നു നേരത്തെ. വീട് മാറിയപ്പം അപ്പം അതിനെന്തോ പറയണേ, ഈ പ്രശ്നം എന്തോ പേരിടണം അച്ഛാ. ഞാൻ വന്ന വീട്ടിൽ അച്ഛനല്ലേ ഇരിക്കുന്നേ, ഇത്ര ജീവനും ചൈതന്യവും. ഈ കഴിയുമ്പോൾ എൻ്റെ കൂടെ പോരും, എനിക്കൊരു ഉഷാറാവും. അപ്പം എന്തുവാ? 4 കൂടെ വീട് മാറി. എന്തോ മാറണം? മേൽവിലാസം മാറി. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന വിഷയം, നിന്റെ അഡ്രസ് മാറ്റുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഞാൻ ഒരാളോടും സ്വത്രം പറയാൻ പറഞ്ഞില്ല, കൈയടിക്കാൻ പറഞ്ഞില്ല. പക്ഷെ അവരെ കൈയടിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായോ? വാസ്വേ, അവൻ്റെ മാത്രമല്ല എൻ്റെ അഡ്രസ്സും മാറ്റിയത് യേശുവാണെന്നുള്ളവരാ കൈയടിച്ചത്. ഇതുവരെ കൈയടിക്കാൻ പറ്റാത്തോട് പറയുകയാണ്, ഇന്ന് രാത്രി യോഗം തീരും മുൻപ് നീ കൈയടിക്കേണ്ടി വരും. നിന്റെ അഡ്രസ്സ് മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഒന്നാമത്തെ ഭാഗത്തേക്ക് വരാം. യേശു വന്നതുകൊണ്ട് അവന്റെ നിലവിളി മാറി. നമുക്ക് ആദ്യം അക്കരെ ഇക്കരെ എന്തുണ്ട് എന്നൊരു കുറിപ്പ് പറയാം. ഒന്നാമത്തെ പോയിന്റിന്റെ 4 ഉപ പോയിന്റുകൾ. യേശു പറഞ്ഞു, സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. സന്ധ്യക്കൊക്കെ വിളിച്ച് ആരെങ്കിലും പോകും? സന്ധ്യയായപ്പോൾ അടിയന്തരമായി പോണെന്ന് പറയുന്ന കാര്യം എന്താ? 5 അപ്പം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് 5000-ങ്ങൾക്ക് നൽകിയ ശേഷിച്ച അപ്പക്കഷണങ്ങൾ നിറച്ചെടുത്ത ആ ദിവസമാണ്. ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയുമന്നു തീരും. ഞാൻ ചെന്നു ചേരും. തിന്നതിൻ്റെ ശേഷിപ്പ് ഇക്കരയുണ്ട്. അതായത് ഈ 5 അപ്പത്തിൻ്റെ ബാക്കിയുള്ള 7 വട്ടിയോ 12ഒക്കെ നിറച്ചെടുത്ത് ഇപ്പോഴുണ്ട്. സമ്പത്ത് എന്ന് വ്യാഖ്യാനിക്കാം. സമ്പത്ത് ഇക്കരയുണ്ട്. അപ്പം അന്നേരമൊക്കെ വിളിച്ചാൽ പോവും ആരെങ്കിലും? പോകത്തില്ല. 2, യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണാൻ വരുന്ന രംഗം ഈ സ്ഥലത്താണ്. അപ്പോൾ രക്തബന്ധങ്ങൾ ഇക്കരയുണ്ട്. 3, യേശു അവിടെ ചെന്നതിന് ശേഷം തിരിച്ചു വരുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന പള്ളിപ്രമാണിയായ യായിറോസ, VIP-കൾ, തറവാട്ടുകാർ, കൊച്ചപ്പൻ, വല്യപ്പൻ, കുഞ്ഞുട്ടിക്കുടി, ജോയി ആലുക്കാസ് ഒക്കെ ഇവിടെയുണ്ട്. 4, ഈ സന്ധ്യയാകുമ്പം ഒരു പ്രത്യേക ശുശ്രൂഷയുണ്ട് യേശുവിന്. എന്നറിയാമോ? തനിയെ ഇരിക്കുമ്പോൾ സകലവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും. അത് രസമാണ്. എന്നുവെച്ചാൽ ഈ പകല് പറയുന്ന പലത് ഇവർക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. ഗൗരവത്തോടെ സംസാരിക്കുമായിരുന്നു കർത്താവ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? ഉപമകളായി സംസാരിച്ചു. അങ്ങനെ 39 ഉപമകൾ രംഗത്ത് വന്നത്. ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരി, പക്ഷെ ഉപമകളിലൂടെയാണ്. അപ്പം അവർക്കൊന്നും മനസ്സിലായില്ല. പകൽ സംസാരിച്ച പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ഇടയിൽ ഈ മനസ്സിലാകാത്തവരും സ്വത്രം പറയും. അതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇപ്പം യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. പത്രോസ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ചിലത് മുള്ളിനിടയിൽ വീണു, ഗ്ലോറി. ചിലത് പാർസലത്തെ വീണു, ഗ്ലോറിക്ക് മഹത്വം. ഓരോന്നിനും ഒന്നും മനസ്സിലായിട്ട് പറഞ്ഞതല്ല. അതാണ് അവർ സന്ധ്യയ്ക്ക് എക്സ്ക്യൂസ് മീ, എന്താണ് ആ വിത്തിൻ്റെ ഉപമ ഞങ്ങൾക്കൊന്ന് തെളിയിച്ചത്. അപ്പോൾ പകലെന്തിനാ സ്വത്രം പറഞ്ഞു? അത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരല്ലയോ. ഈ നാട്ടുകാരൊക്കെ നോക്കുമ്പോൾ അങ്ങ് പറയുന്നതിനൊക്കെ ഞങ്ങൾ സ്വത്രം പറയുകയും ഞങ്ങളും ഒന്നും അറിയാൻ മേലാത്തവരെ ചിന്തിക്കത്തില്ലയോ. അവർക്ക് മനസ്സിലായിട്ടില്ല
സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടില്ല പല കാര്യങ്ങളും. വിത്ത് വിതയ്ക്ക് ഉപമ പോലും നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെന്നോ വേണമെങ്കിൽ തെളിയിക്കാം, പരിഹസിക്കാനല്ല, വെറുതെ ഒരു നേരം പോക്കരുത്. ആ പിടിച്ചോ, നമുക്ക് മനസ്സിലാകാത്ത കാര്യം പറയാൻ പോകും. വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് എവിടെ വീണു? വഴിയരികിൽ. മറ്റു ചിലത് പാറ സ്ഥലത്ത്, വേറെ ചിലത് മുള്ളിനിടയിൽ. ഉറക്കെ പറയണേ. വേറെ ചിലത് നല്ല സ്ഥലത്ത്. ഇപ്പം എത്ര തരം വിത്തായി? 4 തരം വിത്തായി. പൊന്നച്ചൻ പാസ്റ്റർ കേട്ടായിരുന്നോ ഇവർ 4 തരം എന്ന് പറയുന്നത്? എന്തേലും മനസ്സിലായിട്ടാണോ 4 തരം എന്ന് പറഞ്ഞേ? ഞാൻ ഇങ്ങനെ കാണിച്ചാൽ 4 അംഗൻവാടി പോയ കൊച്ചിനറിയാം. നിങ്ങൾ ഇതാണോ കാണുന്നത്, ഞാൻ പറയുന്ന വചനമാണോ ശ്രദ്ധിക്കുന്നത്? ടെസ്റ്റ് നടത്തിയതാ. ആനമൊട്ട മക്കളെ, വിത്ത് ഒരു തരം വീണതാണ് 4 സ്ഥലം. ഇനിയെങ്കിലും സമ്മതിക്ക്. അന്നും മനസ്സിലായില്ല, നമുക്ക് മനസ്സിലായില്ല. അങ്ങ് സമ്മതിക്ക്. ഈഗോ വിട്ടേച്ചൊരു സ്വോത്രം പറ. അങ്ങനെ പഠിക്കുന്നേ ഉണ്ടോ? അപ്പോൾ ഒരു ഫെലോഷിപ്പ് ഇക്കരയുണ്ട്. മറക്കണ്ട 4 കുറിപ്പുകൾ. ഇക്കര എന്തൊക്കെയുണ്ട്? തിന്നതിൻ്റെ ശേഷിപ്പ് സമ്പത്ത്, 2 കുടുംബക്കാർ, 3 VIP-കൾ തറവാട്ടുകാർ, 4 ഫെലോഷിപ്പ്. ഓക്കെ, ഇനി അക്കരയ്ക്ക് പോവാം. അക്കര എന്തുണ്ട്? 1 തിന്നതിൻ്റെ ശേഷിപ്പ് ഇക്കര. അക്കരയോ? കാണുന്ന കുപ്പത്തൊട്ടി മുഴുവൻ കൈയിട്ട് വാരിയിട്ടും ഒരു നേരത്തെ ഭക്ഷണം വയർ നിറച്ച് കഴിച്ചൊരു ഏമ്പക്കം വിടാൻ നാളുകളായി കാത്തിരിക്കുന്ന ഒരു പാവം പിടിച്ച മനുഷ്യനാണ് അക്കരെ. 2 ഇപ്പുറത്ത് കുടുംബക്കാരുണ്ട്. അവന് കുടുംബമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ 18-19 നിന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞേ. അപ്പം വീടുണ്ടല്ലോ. ഈ ഭാര്യയും പിള്ളേരുണ്ടോ നമുക്ക് അറിയത്തില്ല. ഉണ്ടായാൽ തന്നെ അംഗീകരിക്കൂ. ഞാൻ വിസിറ്റിങ്ങിനായി എൻ്റെ ഊളമ്പാറ ആശുപത്രിയിലും കുഷ്ഠരോഗ ആശുപത്രിയിലൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. രോഗം മാറിയവരെ ആരും കൊണ്ടുപോകുന്നില്ല. ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ സ്വത്ത് വീതം വെച്ച് എടുത്തു കഴിച്ചു. പിന്നെ അവരെ വേണ്ട. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തേവലപ്പുറത്ത് അല്ലെങ്കിൽ പുത്തൂർ സിറ്റികൾ നടക്കുമ്പോൾ നിങ്ങളുടെ അപ്പൻ്റെ അനിയൻ തുപ്പല ഒലിപ്പിച്ച് ഒരു ചാക്കും കെട്ടി, ചാക്ക് ശീല കെട്ടി വ്രണങ്ങൾ നിറഞ്ഞ് വരുമ്പം നിങ്ങൾ പറയുമോ, കൊച്ചപ്പാ എടി എൻ്റെ കൊച്ചപ്പനായത് ഭ്രാന്ത് പിടിച്ച് പോയതാ കൊച്ചപ്പാ ചെന്ന് ചോദിക്കുമോ? ഇല്ല, വഴിമാറും. ആരും പറയും നിങ്ങളുടെ ആരോ അല്ലേ അത്. ഞാനീ നാട്ടുകാരനെ പത്രോസ് പറഞ്ഞ പോലെ പറയും. അപ്പം അവന് ബന്ധങ്ങളുണ്ട്, പക്ഷേ അവനെ ആർക്കും വേണ്ട. അതാണ് ഈ പറഞ്ഞത്. 3 VIP-കൾ ഇപ്പുറത്തുണ്ട്. അപ്പുറത്തോ അവൻ കിടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് RIP, റെസ്റ്റ് ഇൻ പീസ്. 4 ഫെലോഷിപ്പ് ഉണ്ട് ഇവിടെ. അവരെയോ ഭൂതങ്ങൾക്ക് എന്തോ വർത്തമാനം പറയാൻ ഭ്രാന്തന്മാർ പറഞ്ഞ ആരും കേൾക്കാറുണ്ടോ? ആരും കേൾക്കാറില്ല. ഈ മെസ്സേജ് ധ്യാനിക്കുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അടിയന്തരമായിട്ട് ഇപ്പം തന്നെ അക്കരയ്ക്ക് പോകണമെങ്കിൽ, ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞങ്ങൾ തിങ്കളാഴ്ച റെസ്റ്റ് എടുക്കുമെങ്കിൽ, ഇത്രയും വലിയ ക്രൂസൈഡ് കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ എന്താ കാര്യം? നീ ആരുടെ ദൈവമാണ്? വെറുതെ ഒരു ചോദ്യം. യേശു പറഞ്ഞു, ഞാൻ എല്ലാവരും ദൈവമാണ്. അതല്ലേ ഇക്കരയും കുറച്ച് നേരം അക്കരയും കുറച്ച് നേരം. അല്ല, ഇപ്പം അടിയന്തരമായിട്ട് പോകാൻ ഒന്നുകൂടെ എനിക്ക് മനസ്സിലാക്കാൻ ചോദിച്ചു. എല്ലാവരുടെയും ദൈവമാണ് യേശു, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം അറിയണം, പ്രയോറിറ്റി, മുൻഗണന അവിടെ നിന്ന് ആർക്കാ കൊടുക്കുന്നേ? പെട്ടെന്ന് മറുപടി വന്നു, ഇല്ലായ്മക്കാരനാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ എത്ര നൂറുകണക്കിന് ആളുകൾ വന്നിരുന്നാലും നീ ഒരു ഇല്ലായ്മക്കാരനായി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, മക്കളില്ലാത്തവനായി, സൗഖ്യമില്ലാത്തവനായി, ജോലിയില്ലാത്തവനായി, പണമില്ലാത്തവനായി, സന്തോഷമില്ലാത്തവനായി, സമാധാനമില്ലാത്തവനായി, ഒരു ഇല്ലായ്മക്കാരന്റെ മനസ്സുമായി ഇന്ന് രാത്രി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഖനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ കസേരയുടെ മുൻപിലും പിറകിലും ഇടത്തും വലത്തിരിക്കുന്ന അറിയത്തില്ല. പക്ഷേ കുഞ്ഞെ, ഇന്ന് രാത്രി നിന്നെ അറിയുന്ന ഒരു കർത്താവാണവൻ. ഇല്ലായ്മക്കാരന്റെ പ്രശ്നത്തിൽ തൊട്ടിട്ടല്ലാതെ ഇന്ന് രാത്രി യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയില്ലെന്ന്. ഖനാവിലെ കല്യാണം ആര് പറഞ്ഞാലും യേശു കയറുന്ന കാര്യമില്ല. പക്ഷേ അമ്മ പറഞ്ഞു, അവർക്ക് വീഞ്ഞ് ഇല്ല. ചെല്ല പറയുന്ന അമ്മ പറഞ്ഞോണ്ടാ യേശു ചെയ്തെന്നാ.
അപ്പം അതിൻ്റെ മറുവശമുണ്ട്. സാധാരണഗതിയിൽ അമ്മ പറഞ്ഞപ്പോഴാണ് സത്യപ്പെട്ടത്, അത് കുഴപ്പമൊന്നുമില്ല. ഈ അടുക്കളയിലൊരു കാര്യം തീർന്നാൽ ആദ്യം അറിയുന്ന ആരാ? പെണ്ണുങ്ങളല്ലേ. മിക്കവാറും നിങ്ങളത് പരിഹരിക്കുകയും ചെയ്യും. എത്ര പ്രാവശ്യം എൻ്റെ വീട്ടിൽ സാമ്പാർ തീർന്നേക്കണു, ബിജി പോകുന്നതും കാണാം, പെട്ടെന്ന് അടുത്ത സാമ്പാർ വരുന്നതും കാണാം. അതൊക്കെ ഏത് സാമ്പാറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കഞ്ഞിവെള്ളം ഉള്ളിടത്തോളം കാര്യം സാമ്പാറിനോട് ക്ഷാമവും ഞങ്ങളുടെ വയൽക്കുളയിലൊക്കെ അത് ചെയ്യുന്നല്ലയോ. അപ്പോൾ അടുക്കളയിൽ ഈ കാര്യം ആദ്യം ആരാ അറിയുന്നത്? അമ്മയല്ലേ അറിയുന്നത്, വല്യമ്മച്ചയല്ലേ, അനിയത്തിൻ്റെ മോൻ്റെ കല്യാണമല്ലേ അവിടെ, അങ്ങനെ പറയുന്നേ. ഈ പ്രശ്നം ആരാ ആദ്യം അറിഞ്ഞത്? അമ്മയാണെന്നേ. അപ്പം ഇത് ആര് പരിഹരിക്കണമായിരുന്നു? അറിഞ്ഞ ആൾ പരിഹരിക്കണമെന്നേ. പക്ഷെ അമ്മയ്ക്കൊരു കാര്യം അറിയാം, എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തില്ലെന്നും മുറ്റത്ത് നിൽക്കുന്ന യേശുവിന് എനിക്ക് കഴിയാത്ത കാര്യം അവനെ കൊണ്ട് കഴിയുമെന്നും ലോകത്തിൽ ആർക്കും അറിയത്തില്ലെങ്കിൽ അത് അമ്മ അറിയാമെന്ന് നേരെ വിരുന്നുകാരുടെ അടുക്കല്ല ചെന്ന് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഇല്ലായ്മക്കാരന്റെ പ്രശ്നത്തിലാണ് യേശു തൊടുന്നത്. അങ്ങനെ നമ്മളൊക്കെ തൊടുന്നത്. ആ നിലവിളിയുടെ ആഴമൊന്ന് പറയാൻ ഞാൻ, ആഴം. കടൽക്കരയുടെ ഇപ്പുറത്താ നിൽക്കുന്നത്. സ്വാഭാവികമായി ചിന്തിച്ചാൽ കടലിൻ്റെ തിരമാലകളുടെ ശബ്ദത്തെ മറികടക്കാൻ ഒരു മനുഷ്യ ശബ്ദത്തിന് പറ്റത്തില്ല. പറ്റൂ? കടൽ തീരത്ത് നിങ്ങൾ എന്നാ വിളിച്ചു പറഞ്ഞാലും വല്ലവരും കേൾക്കത്തില്ല. പക്ഷെ തിരമാലകൾ തെറുത്ത് കയറ്റി സുന്ദരമായി പാഞ്ഞു വരുമ്പോഴും അതിനിടയിലുള്ള ഈ ധീരരോദനം അവൻ്റെ കർണപുടത്തിൽ വന്നടിച്ചു. അതാ യേശുവിൻ്റെ പ്രത്യേകത. മലയാള മനോരമയുടെ ആയുസ് പ്രോഗ്രാമിൽ എൻ്റെ രണ്ടാമത്തെ മകൾ കാണാതെ പോയി, കൊച്ചിയിൽ വെച്ച്. ഞാൻ ബിജിയെയും മൂത്ത കുഞ്ഞിനെയും എൻക്വയറി ഓഫീസിൽ നിർത്തിയിട്ട് പ്രാണൻ കൈ പിടിച്ച് ഓടുക. അന്നൊക്കെ ഈ ടേപ്പ് റെക്കോർഡൊക്കെയുള്ള ഭയങ്കര ശബ്ദത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ഞാൻ പ്രൈസി എന്നിടയ്ക്ക് വിളിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പം പപ്പാതൊരു വിളി. പെട്ടെന്ന് എൻ്റെ കൂടെ നടക്കുന്ന ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ഒരു TV സ്റ്റാൻഡിൻ്റെ പുറത്ത് ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുന്നു. കടക്കാരെ കണ്ടുപിടിച്ച് മേളിക്കറ്റി ഇരുത്തിയൊക്കെ ഞാൻ കാണാൻ വേണ്ടി. ഭയങ്കര ഇടിവെട്ടുന്ന ശബ്ദത്തിൽ അവിടെ ടേപ്പ് റെക്കോർഡിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും ഞാൻ ആ കൊച്ചിൻ്റെ ശബ്ദം കേട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? അപ്പനായതുകൊണ്ടാണ്. നിങ്ങൾ തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിന്നാലും ഏത് ഉത്സവപ്പറമ്പിലും പെരുന്നാൾ പറമ്പിലും നിന്നാലും 501 ആനകൾ ഒരുമിച്ച് ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് ചിഹ്നം വിളിച്ചാലും 1001 തായമ്പക പെരുപറ മുഴക്കിയാലും കാണാതെ പോയ കുഞ്ഞിൻ്റെ കരച്ചിൽ ഒരമ്മയ്ക്കും അപ്പനും തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഈ രാത്രിയിൽ ഈ കോലാഹലങ്ങൾക്കിടയിലും നീ ഒരക്ഷരം പോലും മിണ്ടിയില്ലെങ്കിലും നിന്റെ അകത്തുള്ള സ്പന്ദനത്തെ തിരിച്ചറിയുന്ന ഒരു കർത്താവ് യേശുക്രിസ്തു മാത്രമാണെന്ന് ഞാൻ പറയുമ്പോൾ അത് അംഗീകരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ നിലവിളിയെ കുറിച്ചൊക്കെ പറയുമ്പം ഒന്നുകൂടെ എനിക്ക് കുറച്ചുകൂടി ആഴത്തിൽ പറയണം. മനുഷ്യൻ്റെ ശരീരം ചില പക്ഷി മൃഗാദികളുടെ ശരീരവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ നട്ടലൊക്കെ തിമിംഗലത്തിൻ്റെ അസ്ഥിയോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കും. കാരണം ഏത് ചെറിയ മീനെ പിടിച്ചാലും വലിയ മീനെ പിടിച്ചാലും വെട്ടി മാറിപ്പോകും. ഇതുപോലെ നമ്മളെ യോഗത്തിനൊക്കെ വിളിച്ചാലും സ്നാനമെന്ന് കേൾക്കുമ്പോഴേ കൈ വന്നത് പോലും വെട്ടി മാറിപ്പോകും ഉണ്ട്. അപ്പോൾ ഈ അപാരമായ കഴിവാളുകൾക്കുണ്ട് നട്ടല് തിമിംഗലത്തിൻ്റെ അസ്ഥിയോട്. പാൽ കഴുതയുടെ പാലിനോടാ ചേർന്നിരിക്കുന്ന പറയുന്നത്. നമ്മുടെ നാട്ടിൽ തേവലപ്പുറത്ത് കഴുതയൊന്നുമില്ല. എന്നാലും നമ്മുടെ സഹോദരിമാർ ദേഷ്യപ്പെടുമ്പം പിള്ളേരെ വിളിക്കുന്ന പേരറിയാമോ? പോടാ സിംഹമേ എന്നാണോ പറയുന്നത്? അല്ല, ഇതിൻ്റെ പേരാ. കാരണം ഈ ബന്ധമാ ഇന്ന് വരെ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പൊ വിളിക്കുന്ന എന്തുവാ? കഴുതയാ വിളിക്കുന്നത്. മൂന്നാമത്തേത് നമ്മുടെ ശരീരത്തിൻ്റെ മാംസത്തിൻ്റെ ബന്ധം പന്നിയുടെ മാംസവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്.
പണ്ടൊക്കെ വാൽവ് മാറ്റി വെക്കുന്ന അതിൻ്റെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ടെക്നോളജി വളർന്നല്ലോ. അതിനർത്ഥം നമുക്ക് സഹിക്കാൻ കഴിയുന്ന പോലെ ഒരംശം ആർക്ക് പറ്റും? ഈ മാംസവുമായി ബന്ധമുണ്ടെങ്കിൽ അതിന് പറ്റും. അതാണ് അതിൻ്റെ അർത്ഥം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി എൻ്റെ ചിന്ത വരാം. അപ്പം നമുക്ക് സഹിക്കാൻ കഴിയുന്ന പോലെ ഒരു ഇച്ചിരി സഹിക്കാൻ അതിന് പറ്റും. ഇത്രയും പിടി കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് 3 ഭൂതം ചെന്ന് കയറി. അതായത് 6000 ഭൂതം 2000 പന്നിയിലേക്ക്. അപ്പോൾ ഒരു പന്നിയിൽ എത്ര ഭൂതമായി? 3. ആദ്യം സംഭവിച്ചത് അതിന് സുബോധം പോയി. അതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം ഒരു ഭൂതവുമില്ലാത്ത ഒരു പന്നിക്കും ഇവിടെ ഒരു നേരത്തും ഒരു സുബോധവുമില്ല. അപ്പം പിന്നെ 3 ഭൂതം ചെന്ന് കയറിയാൽ അതിൻ്റെ അടിവയറിളകിപ്പോയി. കടും തൂക്കത്തോടെ ചെന്ന് ആത്മഹത്യ ചെയ്തെന്ന്, കടൽ ചാടി ചത്തെന്ന്. അപ്പോൾ നാട്ടുകാരെന്ന് വെച്ചാൽ യേശുവിന് പറഞ്ഞു, യേശു ദേശം വിട്ട് പോകണമെന്ന്. അങ്ങനെയാ. ഭ്രാന്തന്മാരാ നാട്ടിൽ കുഴപ്പമില്ല, പന്നികളെ നാട്ടിൽ കുഴപ്പമില്ല, പക്ഷെ സുവിശേഷം ആ നാട്ടിൽ വേണ്ട. യേശു ആ നാട്ടിൽ ബാക്കിയൊക്കെ അവിടെ കിടന്നോട്ടെ. തള്ളാനും കൊള്ളാനും വയ്യാത്ത സമസ്യയാണെങ്കിൽ അവിടെ കിടന്നോട്ടെ. ഒരു അലങ്കാരമായി കിടന്നോട്ടെ. നിങ്ങൾ ചിന്തിക്കണം, 3 ഭൂതം ചെന്ന് കയറിയ പന്നി 1 മിനിറ്റ് പിടിച്ച് നിന്നില്ല. ശരിയാന്നോ അച്ഛാ? പോയോ? ശരിയാ. ഇവൻ്റെ അകത്ത് എത്ര കയറിയിട്ടുണ്ട്? 6000. എത്ര കൊല്ലമായി? 12 കൊല്ലം. നിങ്ങൾ ചിന്തിച്ച് നോക്കാൻ വീട്ടിൽ പോയി. 3 ഭൂതം കയറിയ പന്നി 1 മിനിറ്റ് പിടിച്ചു നിൽക്കാതെ ആത്മഹത്യ ചെയ്തു. 6000 കയറിയവൻ 12 കൊല്ലമായി ചത്തിട്ടില്ല. എന്തുകൊണ്ട്? ഉത്തരം, നിന്നെ ചാവാൻ വിട്ടുകൊടുക്കില്ല ദൈവം. നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ആധിക്യം ഓർത്താൽ, കെട്ടിയോന്മാർ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ഉപദ്രവങ്ങൾ ഓർത്താൽ, സഹോദരന്മാരെ നമ്മളൊക്കെ അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധികൾ ഓർത്താൽ, നേരം വെളുക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റാതെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യണമെന്ന് 10 പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള പലരും ഇതിനകത്തിരിക്കുന്നില്ലേ? നീ ദൈവത്തെ കണ്ടെത്താതിരുന്ന കാലഘട്ടത്തിൽ പോലും ആ ആത്മഹത്യയുടെ കയറും കുരുക്കും മാറ്റിയത് യേശുവായിരുന്നു. എന്താ കാര്യമെന്നറിയാമോ? നീയുമായൊരു അപ്പോയിന്റ്മെന്റിന് തമ്പുരാൻ ദിവസങ്ങളും കാലങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ ഒരു മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ, ഒരു പാണ്ടിലോറിക്കടിയിലും പടക്കം പൊട്ടാൻ നിന്നെ വിട്ടുകൊടുക്കാതെ, മരിക്കുവാൻ നിരവധി കാരണമുണ്ടായിരുന്നെ വിട്ടുകൊടുക്കാതെ, തടുത്തു മാറ്റി വകഞ്ഞു മാറ്റി ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് നിന്റെ പ്രശ്നത്തിൽ ഇടപെടുവാൻ ദൈവം തീരുമാനിച്ച ദിവസമാണ് ഇന്ന് എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തെ സ്തുതിക്കണം. അവന്റെ നിലവിളിക്ക് ദൈവം മറുപടി കൊടുത്തു. യേശുവിനെ കണ്ടു, പിന്നെ അവൻ നിലവിളിച്ചിട്ടില്ല. വാക്യം വേണോ? ഈ അധ്യായം ആരംഭിക്കുന്നത് ഇവന്റെ നിലവിളി കേട്ടോണ്ടാണ് യേശു പോകുന്നത്. തീരുന്ന എങ്ങനെയെന്നറിയാമോ? 20-ാമത്തെ വാക്യം മർക്കോസ് 5:20. 5:20 ഒരു തരം കണ്ടോ? യേശു ചെയ്തതെല്ലാം ഇവൻ എവിടെ ഘോഷിച്ചു തുടങ്ങി? ദക്കപ്പലിൽ സന്തോഷിച്ചു തുടങ്ങിയെന്ന്. എപ്പോഴാ യേശു ചെല്ലുന്നത്? നിലവിളി കണ്ടോണ്ടാ. യേശു പോരുമ്പോഴോ അവൻ സന്തോഷിച്ചു തുടങ്ങി. ദക്കപ്പൊലി എന്ന് പറഞ്ഞ നാടേതെന്നറിയാമോ? റിട്ടയേർഡ് പട്ടാളക്കാരുടെ നാടാണ്. റിട്ടയേർഡ് പട്ടാളക്കാരും പോലീസുകാരും റിട്ടയേർഡ് ആയാലും അവരെ ഗൗരവം വിടുവോ? ഇല്ല. അവർ വേറെ ഒരു പണിക്കും പോകില്ല, തൂമ്പ കളയ്ക്കാൻ പോകത്തില്ല. അവരിപ്പോഴും ആണ്ട് ചെമ്മണ്ണൂരിലും ജോയി ആലുക്കാസിലും സെക്യൂരിറ്റി ആയിട്ടേ പോകത്തുള്ളൂ. എന്താ കാര്യം? തോക്കും പിടിച്ചിങ്ങനെ അങ്ങനെ നിൽക്കണം. റിട്ടയേർഡാന്ന് പറഞ്ഞാലും പോലീസുകാരുടെയും പട്ടാളക്കാരുടെയും ഗൗരവം അവർ വിടത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവനെ യേശു സുവിശേഷകനായിട്ട് എവിടെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത്? ദക്കപ്പൊലിയിൽ. എന്നാ അപ്പോയിൻമെൻ്റ് അടച്ചാൽ ദക്കപ്പൊലിയിലെ വാവപ്പാസ് പറ്റുമോ? പറ്റില്ല. ഞാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാര്യം? നമ്മൾ പറയും യേശു ക്രിസ്തു പാപികളെ നിർത്തലാവുന്നു. യേശു ക്രിസ്തു പാപികളെ. ഇവിടെ സൂചനയൊന്നും വേണ്ട, പരസ്യമൊന്നും വേണ്ട. ഞങ്ങളാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കെട്ടിപ്പൂട്ടി പാക്ക് ചെയ്യാം.
എന്താ കാര്യം? ഈ പോലീസിനെ പോലെ പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഒക്കെ എങ്ങനെ സംഭവം ഉണ്ട്. എടുത്തുകൊണ്ട് പോടാവുന്നു. ഞങ്ങൾ ആരാന്നറിയാമോ? റിട്ടയർഡ് ആണെങ്കിലും സ്വാധീനമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ബാബുപാസ ഞാനൊക്കെ അവിടെ സ്ഥലം വിടും. അപ്പം ഇവിടെ ആരാ പറ്റിയ പാർട്ടി? നിങ്ങൾ പറ. ഇവനാ ഭൂതക്രിസ്തൻ. അവൻ അവിടെ നിന്നുകൊണ്ട് തെക്കപ്പുരി നിന്നുകൊണ്ട് യേശു ക്രിസ്തു പാപികളെ, രോഗികളെ, ഭ്രാന്തന്മാരെ. അപ്പോൾ ഒരു പോലീസുകാരൻ, അത് ആരാണത്? അതൊരു പുള്ളിയാണ്. അവനോട് നിർത്തി മടക്കി കെട്ടി പോകാൻ പറ. പല ഉപദേശകരും വന്നിട്ട് ഇവിടെ നടന്നില്ല, ഇത് ഞങ്ങളുടെ വിവരം അറിയും, അതുകൊണ്ട് പോകാൻ പറ. അപ്പം വേറൊരു പോലീസുകാരൻ പറഞ്ഞു, സാറിന് അറിയാമോ പുള്ളിയെ? ഇല്ല, ഭൂതം ബാധിച്ചവനാണ്. വെറുതെ വല്ലവൻ്റെ മേത്തോട്ട് ചെന്ന് കയറുന്ന പോലെ അവൻ്റെ മേത്തോട്ട് കയറരുത്. 6000 എല്ലാം പോയിട്ടുണ്ടോന്ന് ഇപ്പോഴും. വെറുതെ ആവശ്യമില്ലാതെ പണി മേടിച്ച് കെട്ടരുത്. ഞാന്നോ എന്നാ പിന്നെ അവൻ എന്തേലും ഓരോ ദേശത്ത് പറ്റിയ ഉപദേശിമാരെ തന്നെ ദൈവം അപ്പോയിൻമെന്റ് ചെയ്യുന്നേ. നമ്മൾ പറയും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട്. അതൊന്നുമില്ല, ആ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ടാണ് നിന്നെ അപ്പോയിൻമെന്റ് ചെയ്തത്. ഓർത്തോളം അപ്പോയിൻമെന്റ് ചെയ്തവൻ വരും. തെളിവ് വേണോ? തൊട്ടപ്പുറത്തെ 7-ാം അധ്യായത്തിൽ അവൻ സകലവും നന്നായിട്ട് ചെയ്തതെന്നും പറഞ്ഞ വാക്യമുണ്ടല്ലോ. ആ പാരഗ്രാഫിന്റെ മുകളിൽ ഒന്ന് വായിക്കാമോ? അവൻ സോറിന്റെ അതിർ വിട്ടു, സീദോന്യ ഭാഷ ഉറക്കെ വായിച്ച്. സീദോന്റെയും സോറിന്റെയും അതിർനാട്ടിൽ ചെന്നു, ഒരു വീട്ടിൽ കടന്നു. അല്ല, അവിടെ ആ വാക്യത്തിൽ ആ വാക്യം സോറിന്റെ അതിർ വിട്ടു, സീദോന് വഴിയായി. ചിന്തിച്ചിട്ടുണ്ട് 3 വാക്കുകൾ. സോറിന്റെ അതിർ വിട്ടു, മനസ്സിലായി. സീദോന്യ വഴിയായി, അത് മനസ്സിലായി. ദക്കപ്പൊലിയുടെ അതിരിൽ കൂടെ അല്ല പോയത്, നടുവിൽ കൂടി. അതെന്തിനാ? 5-ാം അധ്യായത്തിൽ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്തവനെ പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളവരുടെ നടുവിൽ അപ്പോയിൻമെന്റ് ചെയ്തേച്ചാ പോയത്. മരിച്ച ലാസറുടെ വീട്ടിൽ പോയില്ലെങ്കിലും തീർത്തു പറയാം, ഒരു സെന്റർ പാസും നേതാക്കന്മാരും സമയത്ത് നമ്മളെ കാണാൻ വന്നില്ലെങ്കിലും നമ്മളെ അപ്പോയിൻമെന്റ് ചെയ്ത ദൈവം, നമ്മെ വിളിച്ച ദൈവം എത്ര തിരക്കിനിടയിലും നിന്നെ കാണാൻ വരാതിരിക്കത്തില്ല. അനുഭവിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. അപ്പൊ പാസ്റ്ററെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കരയുകയല്ലേ? കരയും. ഇപ്പൊ നിലവിളിക്കത്തില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കത്തില്ല. വ്യത്യാസം കൂടെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കണം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ നിലവിളി മാറും എന്ന് പറയാൻ അർത്ഥം പിന്നെ കരയത്തില്ല എന്നല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എവിടെ കരയണമെന്ന് അറിയില്ലായിരുന്നു, ആരുടെ മുൻപിൽ കൈ നീട്ടണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് കണ്ട ദൈവങ്ങളുടെ മുമ്പിൽ എല്ലാം കൈ നീട്ടി, എവിടെയും കരഞ്ഞു കാണിച്ചു. രക്ഷിക്കപ്പെട്ട ശേഷം 1,00,000 വാട്സിന്റെ സൗണ്ടിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങളിപ്പോൾ കണ്ടതിന്റെ മുമ്പിലൊന്നും കരയത്തില്ല. കണ്ണുനീർ തുടയ്ക്കുവാൻ കഴിയുന്ന യേശുവിന്റെ മുൻപാകം മാത്രമേ ഞങ്ങൾ കരയത്തുള്ളൂ. എന്തുകൊണ്ട്? ദൈവത്തിന് മുമ്പിൽ കരയാൻ പഠിച്ചവൻ മനുഷ്യന് മുൻപാകെ കരയേണ്ടി വരില്ല. ദൈവത്തിന് മുൻപാകെ മുട്ടുകുത്താൻ പഠിച്ചവൻ മനുഷ്യന് മുൻപാകെ മുട്ടുകുത്തേണ്ടി വരില്ല. ദൈവത്തിന് മുൻപാകെ കൈനീട്ടി ചോദിക്കുവാൻ അപ്പനും മകനും ബന്ധം സ്ഥാപിച്ചവൻ ഒരുത്തന്റെ മുൻപിലും കൈനീട്ടി ഭിക്ഷ യാചിക്കേണ്ടി വരില്ല. ദൈവത്തിന്റെ മുൻപാകെ 3, 7, 21 സമയം കളഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പരിശീലിച്ചവൻ ഒരു മെമ്പറിന്റെ അടുക്കൽ മെമ്മോറാണ്ടവുമായി പോകേണ്ടി വരില്ല. ദൈവത്തിന് മുൻപാകെ തോറ്റ് 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 തുന്നം പാടാൻ പഠിച്ചവൻ മനുഷ്യന്റെ മുൻപാകെ ജയിച്ച് 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 കരേറിയവരായി മാറും. ഒരിക്കൽ കൂടെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ നിലവിളി മാറ്റുന്ന ദൈവമാണ് യേശുക്രിസ്തു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത് എന്താ പറഞ്ഞ? നിലവിളി മാറ്റം. രണ്ടാമത് എന്താ പറഞ്ഞ? പേര് മാറ്റം ദൈവം. അത് ഇനി ഇതുപോലെ വിശദീകരിക്കാൻ പറ്റില്ല. പേര് മാറ്റം ദൈവം. അവൻ്റെ പേരെന്തുമായിരുന്നു? അതാണോ അവൻ്റെ പേര്? സത്യം പറ, നിന്റെ പേര് അതാണോ കുഞ്ഞെ?
യേശുവിന് പേര് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? അത് പറ. എന്നാ കാര്യം? ഒരുത്തൻ യേശുവിനെ കാണാൻ വേണ്ടി മരത്തിൻ്റെ മേളിൽ കയറിയിരിക്കുക. അവരോട് മരത്തിൻ്റെ മേളിൽ കയറിയവനേ അങ്ങനെയാണോ പറഞ്ഞേ? സക്കായി അവൻ അകവാള് വെട്ടി കയറിയാക്കവൻ ഇറങ്ങി വന്നു. അപ്പം മരത്തിൻ്റെ മേളിരിക്കുന്നവൻ്റെ പേര് ആർക്കറിയാം? അപ്പം ഇനി അതുകൊണ്ട് യേശുവിനെ അറിയണമെങ്കിൽ മരത്തിൻ്റെ മേളിൽ കയറിയിരിക്കണമെന്നാണോ? അല്ല. നാഥനയിലെ കണ്ട പറഞ്ഞു, മോനെ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു. മരത്തിൻ്റെ മേളിൽ ഇരിക്കുന്നവൻ്റെ പേര് യേശുവിനറിയാം, താഴെ ഇരിക്കുന്നവൻ്റെ പേര് യേശുവിനറിയാം. ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ. പെന്തിക്കോസുകാരുടെ യോഗത്തിനെങ്ങാനും പോയാൽ ബാബു പാൽസപ്പിനെ ഇടനിലയില്ലാതെ വീട്ടിൽ കയറി നിങ്ങളുടെ മുക്കിയേ അടങ്ങൂ എന്നുള്ള ശല്യം കൊണ്ട് യോഗത്തിന് വരാതിരിക്കുന്നവരുണ്ട്, വന്നവരുണ്ട്. ഇവിടെ ഇരിക്കുന്ന വന്നവൻ്റെ പേരും യേശുവിനറിയാം. വല്ല കുറ്റവും പറയുന്നുണ്ടോ എന്ന് കരുതി ഇരുട്ടത്ത് ഇരിക്കുന്ന നിന്റെ പേരും യേശുവിനറിയാം. പരസ്യമായും രഹസ്യമായും ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേര് യേശുവിനറിയാമെന്ന്. പിന്നെ ചോദിച്ചത് നിന്റെ പേരെന്തുവാടാ? ലഗ്യോ, അതാണോ പേര്? ആർക്കറിയാം? 3 തരത്തിലാ പേരിടുന്ന ആളുകൾ. ഒന്ന്, അപ്പനും അമ്മയും ഇട്ട പേര്. അത് ചിലപ്പോൾ നമുക്ക് ഒത്തു വരത്തില്ല. കുഞ്ഞ് എന്നൊക്കെ പേരിടും. മുതുക്കരായാലും അപ്പനും അമ്മയ്ക്കും കുഞ്ഞ്. അവർ ചത്തുപോയി പേര് ആരാ കുഞ്ഞെന്ന് വിളിക്കുന്നത്? അതിന് ലേശമൊക്കെ ബുദ്ധി ഉപയോഗിച്ച് പേരിടുന്ന നല്ലതാ. അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു കണ്ടോ? ചിലർ ഒരിടയ്ക്ക് അപ്പൻ്റെ പേരിൻ്റെ ഒരക്ഷരം അമ്മയുടെ പേരിൻ്റെ എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് ഇടാ കൊച്ചിനെ പേരിടുക മൂത്ത്. ഞാൻ പറഞ്ഞു എന്ത് പേര്? ഞങ്ങൾ 2 പേരുടെയും പേരിൻ്റെ ഓരോ അക്ഷരം വേണമെന്ന്. പുള്ളിയുടെ പേരും ജോയി എന്നാ, അവളുടെ പേര് ലില്ലി എന്നാ. ഞാൻ പറഞ്ഞു ജോലി എന്നിട്ടോളാൻ പറഞ്ഞു. ജോലി കിട്ടാൻ എളുപ്പമാണ്. കളിയാക്കാണോ? തിരിച്ചിട്ടു ലിജോ, അതാ പേര്. അപ്പം രണ്ടാമത്തനോട് പറഞ്ഞു ഇതിന് പേരിട. ഞാൻ പറഞ്ഞു ഞാൻ ആരും തിക്കൃഷിയോ മൊത്തം പേരിടാൻ? നിങ്ങളിടുക. നമുക്ക് ഓരോ ട്രെൻഡാ. ചില സ്റ്റേഷനിൽ കട ചെന്നിട്ടാ പേര് വിളിക്കുന്നത്. പേര് അങ്ങനെയൊക്കെ വേദപുസ്തകത്തിലെ പേരങ്ങോട്ട് ഇട. അന്താരാഷ്ട്ര നിലവാരമുള്ള പേരല്ലേ. അപ്പൻ്റെ പേരിൻ്റെ ഒരക്ഷരം അമ്മയുടെ പേരിൻ്റെ ഒരക്ഷരം എല്ലായിടത്തും ഒക്കുവോ? ചിലപ്പോൾ ആകപ്പാടെ കുഴപ്പമാവും. പത്രോസ് ശലോമിയെ കല്യാണം കഴിച്ച് 2 പേരും കൂടെ കൊച്ചുണ്ടായാൽ ആദ്യത്തെ അക്ഷരം കൊച്ചിനിട്ടാൽ പശ എന്നിടണ്ടേ? മാർട്ടിനും ക്രിസ്ത്യനെയും അന്താരാഷ്ട്ര നിലവാരമുള്ള പേരാ. 2 കൂടെ കല്യാണം കഴിച്ചൊരു കൊച്ചുണ്ടായാൽ ആദ്യത്തെ അക്ഷരം ഇട്ടാൽ എന്തോന്നിന് പെടുത്താൻ തന്നെ മാക്രി എന്നിടണ്ടേ? നിങ്ങൾ ഈ ലോകക്കാർ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് പിറകെ പോകാതെ ഈ പുസ്തകത്തിലെ പേരിട. പണ്ട് നീളമുള്ള പേര്, പിന്നെ 4 അക്ഷരം ജാക്കപ്പൻ മറിയാമ, പിന്നെ 3 അക്ഷരം അന്നമ്മ ചിന്നമ്മ പൊന്നമ്മ 2 അക്ഷരം ജോയി ലില്ലി, പിന്നെ 1 അക്ഷരം ജാം ഷ്യാം ഒറ്റക്ഷരം. പിന്നെ വീണ്ടും ഇപ്പം ചോദിച്ച കറങ്ങിപ്പോയി എന്താ പേര്? അപ്പോൾ ചോദിച്ചു അന്ന റോസ് വയലറ്റ് സാറ. ഞങ്ങൾ പലരാകുന്നു എന്ന് പറഞ്ഞ വാക്യം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചത്തുപോയ സകല അമ്മമാരുടെയും പേരുണ്ട് ഈ കൊച്ചിന്. ഒരു പേരങ്ങ് ഇട്ടാ പോരെ? ഈ 1ാമത്തെ പേര് അപ്പനും അമ്മ ഇട്ട പേര്. ചിലപ്പോൾ അത് വൃത്തിയില്ലെങ്കിൽ വല്ല ഗസലിലൊക്കെ കൊടുത്ത് നിങ്ങളെ മാറ്റിക്കോ, നിയമം മാറ്റി, കുഴപ്പമൊന്നുമില്ല. 2ാമത്തെ പേര് കേൾക്കണോ? അത് പറയാം. നേരും ചൊവ്വായും മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാരൊരു പേരിടും. അതാ ഈ പേര്. എൻ്റെ പേര് ലക്ഷ്മൺ. അവനിട്ട പേരല്ല, ഭൂതം ബാധിച്ചുകൊണ്ട് നാട്ടുകാരിട്ട പേരാ. മനസ്സിലായോ? ഒത്തിരി പേരുകളുണ്ട്. പത്രത്തിൽ വരുന്ന പേര് മാത്രം പറയാം, അല്ലാതെ പേരുകളൊക്കെ നമുക്കറിയാമല്ലോ. വെട്ടുകത്തി സുരേഷ് ഒരു പേരാ. കോടാലി ശ്രീധരൻ കേട്ടിട്ടുണ്ടോ? ഒരു പേരാ. ഞാൻ ചോദിക്കുന്ന ഈ പുള്ളിക്ക് ഏത് അമ്പലത്തിലാണ് കോടാലി ശ്രീന്ന് പേരിട്ടത്? സംഭവം അതല്ല കുഞ്ഞ്. താൻ്റെ വെട്ടുകത്തിയും പിടിച്ചോണ്ടാണ് സുരേഷൻ ബൈക്കിനകത്ത് പോകുമ്പോൾ തല വെട്ടിയെടുത്തോണ്ടാണ് പോകുന്നത്. പിന്നെ അവൻ ആ പേരല്ലാണ്ട് പിന്നെ ആരെ വിളിക്കുന്നത്? ഗുണ്ടകൾ ഇഷ്ടപ്പെട്ടതാ. അറിയാമോ? നാട്ടുകാരൊരു പേരിട്ടാൽ നിനക്ക് ഇരിപ്പതാ, നിച്ചത്താലും മാറുകയില്ല. ഇനി എൻ്റെ വീട്ടിലെ സാക്ഷ്യത്തിലേക്ക് വരാം. എൻ്റെ അപ്പന് നാട്ടിൻ്റെ പേരുണ്ട്, അതായി പറഞ്ഞു വരുന്നത്. ഏകദേശം 50-ൽ പരം കേസുകളുടെ പ്രതിയായിരുന്നു എൻ്റെ അപ്പൻ. കൊലപാതക കേസ് അടക്കമുള്ള കേസുകൾ. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി വേങ്ങൂർ ജില്ലയിൽ 1ാമത്തെ വാർഡിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എവിടെ അടിയും ബഹളമായി പുള്ളി ചാടി വീഴും. കാരണം പുള്ളി ഭയങ്കര മസിൽ പവറും 2 കളറിയിട്ട് പഠിപ്പിച്ചിരുന്നയാളും എല്ലാ കൺകെട്ട് വിദ്യകളും എല്ലാം പുള്ളിക്ക് എല്ലാത്തിൻ്റെയും ആശാന.
അപ്പോൾ പുള്ളിക്ക് ഒരു അടി കാണുമ്പം ഈ മസിലൊക്കെ ഒന്ന് പെരുപ്പിച്ചില്ലെങ്കിൽ ഒരു ചാടി വീട് മിന്നൽ പോലെ ചാടി വീണ് അടി ഉണ്ടാക്കുന്നുണ്ട്. നാട്ടുകാർ പേരിട്ടു മിന്നൽ ചാക്കപ്പൻ. എൻ്റെ അപ്പൻ്റെ പേരെന്തുവാ? മിന്നൽ ചാക്കപ്പൻ. ഈ ഇരട്ടപ്പേരുള്ളവരെ അങ്ങനെ വിളിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ഒരിക്കൽ പാറപണി പഠിക്കാൻ വേണ്ടി ഒരാൾ എൻ്റെ നാട്ടിൽ വന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ചേട്ടാ ഈ മിന്നൽ ചാക്കപ്പൻ്റെ വീടാണ്. ഒരാൾ പറഞ്ഞു, താഴെ നിൽക്കുന്ന ആൾ പുള്ളിയായിരുന്നു, എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പനോട് ചോദിച്ചു, ചേട്ടാ മിന്നൽ ചാക്കപ്പൻ്റെ വീടായിരുന്നു. അവന് ഇടിയും മിന്നലും നാദവും അകമ്പടിയായിട്ടുണ്ടായി. പോയ വഴി പുല്ല് മുളച്ചിട്ടില്ല. എൻ്റെ നാട് പെരുമ്പാവൂർ. ഞാനവിടുത്തെ ഷാരോൺ ചർച്ചിലെ വിശ്വാസിയാണ്. ഇപ്പോൾ ചാലക്കുടി അസംബ്ലി സൂട്ട് 2 കൊല്ലം. പക്ഷേ ഞാൻ അകപ്പേ കോസമിഷൻ നിലമ്പൂർ 2 അതിലാണ്. എൻ്റെ നാട്ടിൽ ഒത്തിരി പ്രോഗ്രാം എനിക്ക് തരും നാട്ടുകാർ. ഈ തരികിടയിൽ നിന്ന് പോകുന്നല്ലേ, അപ്പൻ്റെ പുറകെ നടന്ന കഥാപ്രസംഗം നടന്നല്ലേ, ഇവൻ എന്തോ പറഞ്ഞ കേൾക്കാൻ വരുന്ന ഇഷ്ടം പോലെ വിറ്റും തരും. ഭയങ്കര ആളും കൂടും. ഒരു ദിവസം അവിടെ നിന്നൊക്കെ വിറ്റുപോയി. എൻ്റെ പഴയ വീട് തൊട്ടപ്പുറത്തെ ഫാസ് ഓഡിറ്റോറിയത്തിൽ ഞാൻ ചെല്ലുമ്പം നേരത്തെ ചെന്നു. ഞാൻ നേരത്തെ വരുന്ന ഉപദേശിയാണ്. എനിക്ക് നേരത്തെ ചെല്ലണം, പാട്ട് ആദ്യം മുതലേ കേൾക്കണം. എൻ്റെ ജീവിത സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. എനിക്ക് വൈകി ചെന്നാൽ പ്രസംഗം പോലും വരികയില്ല. കാരണം എല്ലാ പാട്ടും കേൾക്കണം എനിക്ക്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഒരു പയ്യൻ അവൻ്റെ അപ്പനും കൂടെ കസേരയിടുക പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞു, പാസ്റ്റേ പ്രൈസിലോട്. ഞാൻ പ്രൈസിലോട്. അപ്പോൾ ചോദിച്ചു, ഇതാരാ പപ്പ? എടാ ഇത് ജോയി പാറക്കിൽ പാസ്റ്റാ എന്ന് പറഞ്ഞാൽ ആരാ? എടാ ഇത് പിന്നെ ഇന്ന് പ്രസംഗിക്കുന്ന ഇത് ഒത്തിരി ആളൊക്കെ വരുന്നൊക്കെ പറഞ്ഞ ആളാണോ? എന്താ എത്ര പ്രത്യേകത? എടാ ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ. ഏതപ്പുറത്തെ വീട്ടിൽ? എടാ ചാക്കപ്പൻ ചേട്ടൻ്റെ മോൻ. ഏത് അവൻ കേട്ടിട്ടില്ല. ഏത് ചാക്കപ്പൻ ചേട്ടൻ? ഇയാൾക്ക് പറയണമെന്നുണ്ട് മിന്നൽ ചാക്കപ്പൻ്റെ മോനാണെന്ന്. ഞാൻ നിൽക്കണ കാരണം ഇയാൾ പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ ഉരുകുക. ഞാൻ പറഞ്ഞു, മോനെ എത്രയില്ലടാ? ഞാൻ 7ാം ക്ലാസ്സിൽ. നീ ഇവിടെ ഒരു മിന്നൽ ചാക്കപ്പനെ കുറിച്ച് പിന്നെ ഞങ്ങളൊക്കെ ജനിച്ച പോലെ കേൾക്കുന്നു. ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല ഈ വീരപ്പനെ കുറിച്ച് കേൾക്കുന്ന പോലെ. ഞാൻ പലവട്ടം പറഞ്ഞു, പുള്ളിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റിയില്ലോ എന്ന്. നീ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ മോനാ ഞാൻ. എന്നാ പിന്നെ അതങ്ങ് പറയണ്ടേ ആദ്യം. എൻ്റെ അപ്പൻ മരിച്ചിട്ട് കാലം എത്രയെന്നറിയാമോ? ഇപ്പോഴും എൻ്റെ നാട്ടിൽ എന്തോ അറിയുന്നേ, പാസ്റ്ററായിട്ടാ മരിച്ചേ. പാസ്റ്റർ ചാക്കപ്പൻ എന്നല്ല അറിയുന്ന മിന്നൽ ചാക്കപ്പൻ. എൻ്റെ ഒന്നച്ച നാട്ടുകാർ നിനക്കൊരു പേരിട്ടാൽ കട്ടപ്പോക. കണ്ട് ഇവിടെ ഒരുത്തനെ കരിക്ക് കട്ടിട്ട് പിടിച്ചു. സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡിൽ വെച്ചു. കുറ്റമൊന്നുമില്ല, തെളിവില്ല, വെറുതെ വിട്ടു. നാട്ടുകാർ പറഞ്ഞു, എടാ മോനെ നീയാണ് കട്ടയം നേരത്തെ പിടിച്ചാൽ ക്ഷമിക്കടാ ഉവേ, നീ കള്ളനല്ല, സമ്മതിച്ച്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തേവലപ്പുറത്ത് ജംഗ്ഷനിൽ ഒരു 11 മണിക്ക് അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. നമ്മളൊന്ന് വൈകിട്ട് എന്തുവാണ് അവിടെ ഇരിക്കുന്നത്? ചുമ്മാ ഇരിക്കുക. ഇന്നൊന്ന് 11 മണിക്ക് ചുമ്മാ ഇരിക്കുന്നു. വെറുതെ ഇരിക്കുക. ജയിലിൽ പോയ കാര്യം ഓർത്തപ്പോൾ സങ്കടപ്പെട്ടെങ്കിൽ ഇരിക്കുക. അയാൾ പോയപ്പോൾ അടുത്ത വീട്ടുകാരോട് പറഞ്ഞു, കള്ളൻ അവിടെ ഇരിപ്പുണ്ട്, ഇന്ന് രാത്രി തെങ്ങ് എന്ത് ചെയ്തോളണം. അതാ പറഞ്ഞ മക്കളെ, നാട്ടുകാരൊരു പേരിട്ടാൽ പൊറുതി കാണത്തില്ല. ആഞ്ഞിലി മരം നിൽക്കുന്ന വീട്ടുകാർക്ക് നാട്ടുകാരിട്ട പേരാണ് ആഞ്ഞിലിക്കുടി അവറാച്ചൻ. പെങ്കൊച്ചൻ്റെ കല്യാണം വന്നപ്പോൾ അത് 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പോഴും കുറ്റി അവിടെയുണ്ട്. അപ്പോൾ നാട്ടിൽ പറഞ്ഞു, കുറ്റി ആഞ്ഞിലിക്കുടി അവറാച്ചൻ. ഒരു JCB പോയപ്പം പുള്ളി അതങ്ങോട്ട് കിളച്ചു മറിച്ച് വേരോടെ പിഴുത് മാന്തി. അപ്പോൾ ഒരു വലിയ കുഴി. ഒരു പറഞ്ഞു, കുഴിമൂടി ആഞ്ഞിലിക്കുടി അവറാച്ചൻ. ഈ കുഴി ബംഗാളിയെ കൊണ്ട് മൂടി. അപ്പോഴാണ് ഇട്ടത് കുഴിമൂടി ആഞ്ഞിലിക്കുടി അവറാച്ചൻ. നിനക്കൊരു പേര് വീണാൽ ചത്താലും മാറത്തില്ലെന്നേ. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ സിറ്റിയിൽ വെച്ച് ഞങ്ങൾ ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ, അന്തസ്സോടെ പറയുന്നു, നിന്റെ ഭാര്യ നിന്റെ മുഖത്തോക്കി ഇതിയാന് മാറ്റം വരത്തില്ലെന്ന് പറയട്ടെ. ജന്മം കൊടുത്ത അപ്പനും അമ്മയും നിനക്കൊരു മാറ്റമില്ലല്ലോടാന്ന് പറയട്ടെ. പക്ഷേ നിനക്കൊരു പുതിയ പേര് തരാൻ ഈ രാത്രിയിൽ ഒരു സ്ഥലമുണ്ട്. കാൽവറിയിലെ കുരിശിന്റെ ചുവട്ടിൽ വന്നാൽ അടുത്ത പേര് ഞാൻ പറയുകയാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ചേർന്ന് കരമടിച്ചവർ ദൈവത്തിന്റെ മക്കൾ ആകുവാൻ പ്രസ്ഥാനങ്ങളും മതങ്ങളും അധികാരം നൽകത്തില്ല. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ യേശു അധികാരം തന്നിരിക്കുന്നു. കടൽ തീരത്തെ കാൽപ്പാടുകൾ നിന്റെ മായ്ക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ
2 ബക്കറ്റും കുറ്റിച്ചൂലുമായി നടന്ന് നീ കാൽപ്പാട് മായ്ക്കാൻ ശ്രമിക്കുമായിരിക്കും. അത് പഴയതിനേക്കാൾ വികൃതമാകും. കടൽ തീരത്ത് പതിഞ്ഞ മുൻകാല ചരിത്രത്തിന്റെ കാൽപ്പാടുകൾ മായ്ക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, വികൃതമാകും. ദൈവത്തോട് പറ, ദൈവം കടലിനോട് കൽപ്പിക്കും. കടൽ ഒരു തിരമാലയെ ആഞ്ഞ കരയെ ചുംബിച്ചുണർത്തും. അത് തിരികെ പോയി കഴിയുമ്പോൾ പഴയതിനേക്കാൾ സുന്ദരമായ ക്യാൻവാസ് പോലെ ആ കടപ്പുറം മാറും. പ്രിയപ്പെട്ടവരെ, നിന്റെ പഴയ സ്വഭാവം മാറ്റാൻ, നിന്റെ പഴയ പേരിന്റെ സ്വഭാവങ്ങൾ മാറ്റാൻ ഇന്ന് രാത്രി മതങ്ങൾക്ക് സാധ്യമല്ല, ചൊല്ലിനും ചൊലുത്തിനും സാധ്യമല്ല, ആർപ്പിടലുകൾക്ക് സാധ്യമല്ല, കർമ്മകാണ്ഡങ്ങൾക്ക് സാധ്യമല്ല. കടല് പോലെ ഇന്ന് രാത്രി ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകി വരുന്ന യേശുവിന്റെ രക്തത്തിന് നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയും. ദൈവം നീതീകരിച്ചവനെ കുറ്റം ചുമത്തുമ്പോൾ ഒരുത്തർക്കും ദൈവം വിട്ടുകൊടുക്കുകയില്ലെന്ന് പല പ്രാവശ്യം എന്നെ കുറിച്ചുകൂടെ പറഞ്ഞു. കർത്താവിന്റെ വിലയേർ, ഞാൻ എവിടെതാ വന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പൊ കർത്താവിന്റെ വിലയേറിയ ദാസൻ എന്ന ഈ പേര് എവിടുന്ന് കിട്ടി? ജോയി പാറക്കല് ലോകം മുഴുവൻ നിന്ന് പ്രസംഗിക്കുന്ന ഭാഗം എവിടുന്ന് കിട്ടി? കുരിശിന്റെ ചുവട്ടിൽ ഞാൻ വന്നപ്പോൾ എന്റെ അപ്പനായിട്ടുണ്ടാക്കിയ അപമാനത്തിന്റെ പേരുകൾ മാറ്റി, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഞാൻ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. 3-ാമത്തെ ഭാഗം, നഗ്നത മറയ്ക്കുന്ന ദൈവമാണ് യേശു. ഒരു വാക്കിൽ പറഞ്ഞിട്ട് അവസാന ഭാഗം അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഇങ്ങനെ നഗ്നത മറയുന്നത്, ആദാം പാപം ചെയ്തപ്പോൾ മരത്തിന്റെ മറവിലാ മറഞ്ഞത്. ഒരു തുണിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. വെയിലാറിയപ്പോൾ അത്തിയില ഉണങ്ങിക്കാണും. ഇപ്പോഴത്തെ പിള്ളേരുടെ പാൻറ് പോലെ ചുരുങ്ങിപ്പോയി കാണും. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഞാൻ വരികയില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? നഗ്നത മറച്ചത് അത്തിയിലയും ആ മരവുമാണ്. മരത്തിൻ്റെ മറവിൽ നിന്നും അവൻ ഇപ്പുറത്ത് കൊണ്ടുവരാൻ ദൈവം ചെയ്ത പ്രവർത്തനങ്ങളുടെ സാക്ഷാത്കാരമാണ് ക്രൂശ്. ആ മരത്തെ വേരോടെ പിഴുതെറിയാൻ ഒത്തിരി പേര് ശ്രമിച്ചിട്ടും നടന്നില്ല. 4000 വർഷങ്ങൾ കൊണ്ട് 18ലധികം ന്യായാധിപന്മാരെയും 41ലധികം രാജാക്കന്മാരെയും കാലഘട്ടത്തിൻ്റെ യുഗപ്രഭാവ വീരന്മാരായ ഭക്തശിരോമണികളെയും മഹാപുരോഹിതന്മാരെ ദൈവം അയച്ച വൻ വടവൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ വെട്ടിക്കളഞ്ഞു. ആ മരത്തെ മൂടോടെ മറിച്ചിട്ട് 2 പീസാക്കാൻ ഈ ഭൂമിയിൽ യേശു ജനിച്ചത് തച്ചൻ്റെ കുടുംബത്തിലാണ്. 30 വർഷം കൊണ്ട് മരാശാരത്തിൻ്റെ പണിയെല്ലാം പഠിച്ച് ചെത്തിച്ചിന്തേരുന്ന ആ പണി മാത്രമല്ല, 2-3 മീറ്റർ മാത്രം നീളമുള്ള മരത്തിൻ്റെ വളവ് നിവർത്തുന്ന മരാശാരി മാത്രമായിട്ടല്ല, കൂട്ടിക്കുടച്ച മണ്ണുകൊണ്ട് പണിത മനുഷ്യൻ്റെ മനസ്സിൻ്റെ തകർച്ചകൾ മാറ്റുവാൻ കഴിയുന്ന പ്രപഞ്ചത്തിൻ്റെ പെരും തച്ചനായ ശില്പിയായി യേശു 30-ാമത്തെ വയസ്സിൽ കളത്തിലിറങ്ങി. ആ മരത്തെ 2 പീസാക്കി എടുത്തു. 8 അടി നീളവും 4 അടി വീതിയും വരുന്ന പച്ച പൈൻമര കുരിശാക്കി തന്റെ തോളിൽ ചുമന്ന് പീലാത്തോസിന്റെ തല മുതൽ കാൽവരി വരെ, ഗബ്ബത്ത മുതൽ ഗോൽഗോഥ വരെ 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീണും എഴുന്നേറ്റും ലോകം തുപ്പിമർത്തിച്ച് അവശനാക്കി വിരൂപനാക്കി കാൽവരി കുന്നിലേക്ക് നടത്തി. 6 ഇഞ്ച് നീളമുള്ള 3 കാലിരുമ്പാണികളാൽ നട്ടുച്ച സമയത്ത് കുടിവെള്ളം പോലും കിട്ടാതെ സ്വന്തം തോളിൽ തലചാച്ച് മരിക്കുന്നതിന് മുൻപ് യേശു ഒരു കാര്യം പറഞ്ഞു, നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ, മരത്തിന്റെ മറവിൽ നിൽക്കുന്ന മനുഷ്യവർഗമേ, നിങ്ങളെ മറച്ച ആ മരത്തെ ഞാൻ 2 പീസാക്കി, ഞാൻ അതിനെ എൻ്റെ പിറകിൽ മറച്ചിരിക്കുന്നു. ഇനിയും നിങ്ങൾ മരത്തിന്റെ മറവിൽ നിൽക്കേണ്ട കാര്യമില്ല. ഈ രാത്രി മതത്തിന്റെ മറവിൽ നിന്ന്, ആചാരത്തിന്റെ മറവിൽ നിന്ന്, കർമ്മങ്ങളുടെ മറവിൽ നിന്ന് ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ മുൻപാകെ മുട്ടുകുത്താൻ നിനക്ക് തയ്യാറെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മീക വസ്ത്രം നെയ്തെടുക്കുന്ന നെയ്ത്തുശാലിയായ കാൽവരി കുരിശിനോൽ അവൻ കഴുതയെ വസ്ത്രമിട്ട് മൂടിയതുപോലെ അവൻ നിന്നെ നീതി പ്രവർത്തികളാൽ മൂടുമെന്ന് എൻ്റെ സമയമായി എനിക്കറിയാം. 9 മണിയാകാൻ പോകുന്നു. ഏതാണ്ട് 9 മണിക്കാണ് യോഗമൊക്കെ ഇവിടെ നിർത്തേണ്ടത്
എന്നൊരു സൂചനയുണ്ട്. ഒരു പോയിന്റും കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതോടെ പറഞ്ഞങ്ങ് നിർത്താം. ഇല്ലയോ? ഇത്രയും ദൂരം വന്നതല്ലയോ? ഞാൻ ഇത്രയും ദൂരം ഇവിടെ 6 മണിക്ക് എത്തിയപ്പം പാട്ട് തുടങ്ങിയിട്ടില്ല. നിങ്ങളെപ്പോഴാ വന്നേ? അത് പറ. 6 മണിക്ക് വന്നവർ പോയാട്ടെ, ബാക്കിയുള്ളവരവിടെ ഇരിക്കുക. അത്ര കൃത്യസമയത്ത് അങ്ങോട്ട് വന്നവർക്കല്ലേ കൃത്യസമയ യോഗം തീർക്കുള്ളൂ എന്ന് പറയുന്ന അവകാശമുള്ളൂ. എന്നാലും വിഷമിക്കണ്ട, 5-10 ഇരിക്കുക. ഒരൊറ്റ ചിന്ത, പിശാചിന്റെ ബന്ധനം അഴിക്കുന്ന കാര്യം പറയാൻ പോകുന്നത്. ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നും. കാരണം ആര് കാര്യമാണ് പറയാൻ പോകുന്നത്? ഇനി എഴുന്നേൽക്കുന്നവർ ശ്രദ്ധിച്ചോളണം. അതായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി വായിക്കാം. 5-ാമത്തെ ആയത്തിന്റെ 19 വരാം. 5:19 വരാം. എല്ലാവരും വേദോസൊക്കെ സിപ്പൊക്കെ ഇട്ട് വാസായി. ഇടാത്തവരുണ്ടെങ്കിൽ വായിക്കും. നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് ഇപ്പൊ നിർത്താൻ കേട്ടോ. എന്ന് അവനോട് ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു പുസ്തകം മാവേലിക്കര IMBയിലെ വിദ്യാർത്ഥികളുണ്ട്. വന്ദനം. ഞാൻ അവിടെ 10 ദിവസമൊക്കെ പഠിപ്പിച്ച പുനരാഗമനം മുതൽ പുതിയ യെരൂശലേം വരെ അന്നൊക്കെ 30,000 രൂപയ്ക്ക് നോട്ട്ബുക്ക് നിങ്ങൾ വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട്. അത് പുസ്തകമാക്കിയിട്ടുണ്ട്. ആ പിറകിൽ 10 കോപ്പി വെച്ചിട്ടുണ്ട്. 450 രൂപ വിലയുള്ള 378 പേജ് 83 പേജ് വരുന്ന 3/4 കിലോ തൂക്കമുള്ള യേശുവിൻ്റെ വരവ് മുതൽ നിത്യത വരെയുള്ള 150 ബൈബിൾ സ്റ്റഡി 71 സംഭവങ്ങളുടെ പുസ്തകം പിറകിലുണ്ട്. ഗൂഗിൾ പേ ചെയ്യാൻ 89 നമ്പർ ഉപയോഗിച്ചാൽ കിട്ടും. 10 കോപ്പിയേ ഉള്ളൂ. 2-3 പോയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളത് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് മറന്നുപോയാലോ എന്ന് കരുതിയാണ്. ഈ രോഗമെല്ലാം സൗഖ്യമായി പോകാൻ നേരത്ത് ഇവൻ പറഞ്ഞു, യേശുവേ ഞാൻ നിൻ്റെ കൂടെ വരിക. യേശു പറയാം, എൻ്റെ കൂടെ വരണ്ട, നീ അവിടെ പോ, വീട്ടിൽ പോ. എനിക്ക് ആ വേദഭാഗം വായിച്ചിട്ട് യേശുവിനോട് തോന്നിയ ഒരു അകൽച്ച. ചില നേരത്ത് യേശുവിൻ്റെ സ്വഭാവം കണ്ടാൽ നമുക്ക് തീരെ പിടിക്കുകയില്ല. എനിക്ക് അപ്പം എനിക്ക് മനസ്സിലാകും എന്തെങ്കിലും പദ്ധതി കാണുമായിരിക്കും. അതാ നമ്മുടെ കൂരിക്കാത്തല്ലേ തെളിയത്തില്ലല്ലോ എല്ലാം. പിന്നെ ചിന്തിക്കുമ്പം യേശു ചെയ്താൽ കറക്റ്റ്. അണ്ട് വിലാപ വീടല്ല, അല്ല വിരുന്ന് വീടല്ല എനിക്കിഷ്ടം, വിലാപ ഭവനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന. എന്നിട്ട് യേശു വിരുന്ന് വീട്ടിൽ പോയി, വിലാപ വീട്ടിൽ പോയിട്ടില്ല. കനാവിലെ കല്യാണത്തിൽ പോയി, ചത്ത വീട്ടിൽ ഇത് വല്ലതും ഒക്കുമെന്നേ, ഒപ്പിക്കാമെന്നേ. എന്താ കാര്യം അറിയാമോ? 3.5 കൊല്ലം കൊണ്ട് യേശു മരണ വീട്ടിൽ പോയത് 3 സ്ഥലത്താണ്. ആ 3 സ്ഥലത്തും ശവസംസ്കാരം നടന്നിട്ടില്ല. ഉണ്ട്. അപ്പം യേശു ഈ രാഷ്ട്രീയക്കാരെ പോലെ പത്രം വാശി നേരം വെറുതെ ചത്ത വീട്ടിലേക്ക് പോയാൽ 3.5 കൊല്ലം ശവസംസ്കാരമേ നടക്കത്തില്ലെന്ന്. വെറുതെ പ്രകൃതി നിയമങ്ങൾ തുറങ്കം വെക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇവിടെ വെച്ച് നൈൻ പട്ടണത്തിലെ വിധവയുടെ കൊച്ചിനെ കണ്ട് ആദ്യം ചെന്നപ്പോൾ വീട്ടിൽ ചെന്ന്, പിന്നെ വഴി വെച്ച്, പിന്നെ 4 ദിവസം കഴിഞ്ഞ് അകന്നകന്ന് പോവുക. വഴി വെച്ച് ബാല്യക്കാരാ എഴുന്നേൽക്ക, അവരെഴുന്നേറ്റു. അവനും അമ്മയും കൂടെ നീങ്ങിപ്പോയി. അവര് പാട്ടും പാടിപ്പോയി, ജനങ്ങളും പോയി. എൻ്റെ ചിന്ത, ആ ശവപ്പെട്ടി ആര് കൊണ്ടുപോകും പറ? അപ്പം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അപ്പം മത്തായിച്ചേട്ടൻ പറഞ്ഞു, അപ്പം എല്ലാവരും പോയി, ഒരു കാര്യം ചെയ്യുക, ഇത് പെട്ടി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിക്കുക, എനിക്ക് കൊച്ചിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാണ്ട് ഞാൻ പോയിച്ചു വരാം. അത് വെച്ചാൽ ഇത് പറയാതെ പോകാൻ ഒക്കുകയില്ല. ആർക്കും പെട്ടി വേണ്ട. നിങ്ങൾക്ക് വേണോ പെട്ടി ഒരെണ്ണം? വേണ്ട. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ശവപ്പെട്ടി കച്ചവടം, ചേട്ടാ കൊച്ചു ജീവിച്ചു, പെട്ടി തിരികെ അയാൾ പറഞ്ഞു ഞാൻ അതൊരു രേഷം മേടിച്ചു. അപ്പം ഇതൊക്കെ വലിയ പ്രശ്നമാണെന്നേ. അപ്പം പോകാതിരിക്കല്ലേ നല്ലത്. ഇതുപോലെ ചിന്തിക്കുമ്പോൾ എല്ലാത്തിനും ഉത്തരം കിട്ടുമെന്നേ. എന്താ ഇവിടെ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നീ എൻ്റെ കൂടെ വരണ്ട. വേറെ ഒരു പുള്ളി വന്നിച്ചു പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരിക. എന്നാ പോരെ, 5 മിനിറ്റ് ഞാൻ വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും അനുവാദം ചോദിച്ച് ഇപ്പം വരാം. യേശു പറയാ വീട്ടിൽ പോകാൻ ഒക്കൂല, എൻ്റെ പുറകെ വരാൻ. ഇപ്പം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? വീട്ടിൽ പോയച്ച് വരാമെന്ന് പറഞ്ഞു വീട്ടിൽ പോകാൻ ഒക്കൂല, എൻ്റെ പുറകെ വാ. ഞാൻ നിൻ്റെ പുറകെ വരികയാണ്, വീട്ടിൽ പോണില്ല എന്ന് പറഞ്ഞു എൻ്റെ പുറകെ വരാനൊക്കെയില്ല, വീട്ടിൽ പോ. എന്നെ സ്വഭാവമായത് അതെന്നാ കാര്യത്തറിയാമോ? ഈ വീട്ടിൽ പോയച്ച് വരാമെന്നൊക്കെ പറയുന്നവൻ പോയാൽ പുല്ല് മുളക്കുകയില്ല.
ഡിസംബർ ജനുവരി 1 മാനസാന്തരപ്പെട്ടോളാം, നടക്കുകയില്ല. നമുക്കുണ്ട് കേട്ടോ തീരുമാനം. ഡിസംബർ ഈ മാസം ഡിസംബർ അല്ലയോ, 31 ചില പുതുവർഷത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു കാല് എടുത്ത് വെക്കുന്നു. എൻ്റെ ചോദ്യം, മറ്റേ കാലം എവിടാ? മേലാൽ ഇങ്ങനെയുള്ള പണി കാണിക്കരുത്. ഈ 31 എടുത്ത് വെക്കുകയാണെങ്കിൽ ഒറ്റ ചാട്ടം. ഈ ഒരു കാര്യം ഇപ്പോഴും അവിടെ അതാതെ ശരിയാകാത്തേ. അപ്പൊ നമ്മൾ പറയുന്ന വാക്കല്ല യേശു നോക്കുന്നേ, ഹൃദയമാ നോക്കുന്നേ. ഇനി ഇവനോട് വീട്ടിൽ പോകാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് പൊട്ടിച്ചേച്ചും പ്രാർത്ഥിക്കാൻ പോവുക. ഇങ്ങോട്ട് പോരെ പ്രൈസനെ. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടല്ലയോ ശ്രീയേശു നാമം? അതിനകത്തിലെ വരിയൊക്കെ ഉണ്ട്, ഭൂതബാധിതർക്കും ഉണ്ട്. അതൊക്കെ നമ്മൾ കേട്ടേച്ച് വേണം പോകാൻ കേട്ടോ. ആ പാട്ടിന് 1-2 ശീലമൊക്കെ പാടണം കേട്ടോ. യെശയ്യാ പ്രവചനം 14 എടുത്തു പോയി പറയാം, വാക്യം പറയാം. നിങ്ങൾക്ക് ഏത് രോഗം വന്നാലും നിങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്യും, വീട്ടിലോട്ട് പോരും. നിങ്ങളുടെ ബസ് കയറാൻ നിൽക്കുക, തലവേദന, യാത്ര ക്യാൻസൽ, വീട്ടിലോട്ട് പോരും. വയറ് ഡിസോർഡറായി, യാത്ര ക്യാൻസൽ, വീട്ടിലോട്ട് പോരും. അങ്ങനെ. പക്ഷെ മാനസിക രോഗം വന്നാൽ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകും. അറിയാമോ? വീടിൻ്റെ മുറ്റത്തിറങ്ങിയിരിക്കും, പിന്നെ കയ്യാലപ്പുറത്ത് പുല്ല് പറിക്കും, റോട്ടിൽ പോയിരിക്കും, പിന്നെ ഉപ്പുചാക്കിൻ്റെ പുറത്ത് പോയിരിക്കും. നമ്മളോട് നിങ്ങളുടെ മോൻ അവിടെയുണ്ട്, പിടിച്ചോണ്ട് വന്ന് തോർത്തുകൊണ്ട് കെട്ടിയിടും, കെട്ടുപൊട്ടിച്ചു പോകും, പിന്നെ ശവക്കോട്ടയിലെ കിടപ്പ്. അപ്പം നിങ്ങൾ പഠിച്ചോളണം, 6000 ഭൂതങ്ങളുടെ കോളനിയാണ് ഇവൻ്റെ വീട്. അന്ന് മുതൽ ലൂസിഫർ പറയുകയാണ്, ഭൂതങ്ങളുടെ തലവൻ ബെയൽസെബൂൽ പറയുകയാണ്, ഇവനെ ഞാൻ വീട്ടിലേക്ക് വിടുകയില്ല. കാരണം ഇവനെ വീട്ടിലേക്ക് വിട്ടാൽ ഞങ്ങൾക്ക് 6000 പേരുടെ വീടാ പോകുന്നേ, ഇവന് ഒരു വീടാ കിട്ടുന്നേ. വാക്യം ലൂസിഫർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ യെശയ്യാ പ്രവചനം 14-16 മുതൽ വായിച്ച്. നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെയാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും അടുത്ത വാക്ക് തന്റെ ബലവാന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നീ നിരൂപിക്കും. ബൈബിൾ സൊസൈറ്റിയുടെ വേർഷനിൽ തന്റെ ബദ്ധന്മാരെ, ബലവാന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ആരാണ്? ഇവനല്ലയോ? നിങ്ങൾ 1000 രൂപ കൽപ്പന ചെയ്ത് കിട്ടിയാൽ ആ പൈസയും നിങ്ങളും വീട്ടിൽ കയറരുത് എന്ന് ആഗ്രഹിക്കുന്ന ദുരാത്മാവാണ്. നീ ഏതെല്ലാം കേട്ടാലും സ്വർഗീയ വീട്ടിൽ കയറരുത്, ദുരാത്മാവാണ്. തെളിവ് പറയണോ? ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ സമയമാണ്. നിങ്ങൾ ഈ കവല ചെല്ല്, 2ാം ക്ലാസ് പഠിച്ച ആളുകൾ, അപ്പച്ചന്മാര് നാളെ രാവിലെ 4 ചായയും കുടിച്ച് ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ വാർഡിന്റെ പേരും പറയും, സ്ഥാനാർത്ഥികളുടെ പേരും പറയും, സകലയാളുടെ പേരും പറയും, വേണമെങ്കിൽ 2ാം ലോക മഹായുദ്ധം പറയും, സ്കഡ് മിസൈലും പേട്ടിയിട്ടും പറയും, കസ്തൂരി രംഗൽ പരിശിലോല പ്രദേശങ്ങൾ പറയും, രാഹുൽ ഗാന്ധിയുടെ കാൽനട യാത പറയും, എല്ലാം പറയും. 2ാം ക്ലാസ്സുകാർക്കും 3ാം ക്ലാസ്സുകാർക്കും അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ പറയാനുള്ള വിവരമുണ്ട്. ഞങ്ങളുടെ ചോദ്യം, അത്രയും വിവരമുള്ള നിങ്ങളോട് യേശുവിനെ കുറിച്ച് പറയുമ്പം എന്നാ യേശു, സ്വർഗം എന്നാ സ്വർഗം, നരകം എന്നാ നരകം, അച്ഛാ ഇത് മാത്രം എന്താ തലേ കയറാത്തത്? ഇത് മാത്രം എന്താ തലേ കയറാത്ത? ഉത്തരം, അതിനെ തടയുന്ന ഒരു പൈശാചിക ബന്ധനമുണ്ട്. തേജസ്സുള്ള സുവിശേഷത്തിന്റെ മർമ്മം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം നിന്റെ ബുദ്ധിമണ്ഡലത്തെ കെട്ടിയിരിക്കുകയാണെന്ന് യേശു പറഞ്ഞു. മോനെ, നിന്നെ 12 വർഷമായി വീട്ടിൽ കയറ്റത്തില്ലെന്ന് വാദിച്ച പിശാചിന്റെ ബന്ധനമാണ് ഞാൻ പൊട്ടിച്ചത്. നിനക്കതറിയില്ല. അതുകൊണ്ട് നീ എന്റെ കൂടെ വരണ്ട. നിന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് വാദിച്ചവന്റെ ബന്ധനം ഞാൻ അഴിച്ചത് കൊണ്ട് നീ വീട്ടിൽ കയറ്. തടയുന്നത് ആരാണെന്ന് ഞാനൊന്ന് കാണട്ടെ. 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, മർക്കോസ് 5:8. നിർത്തുകയാണ് കേട്ടോ. മർക്കോസ് 5:8. അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാം എന്ന് യേശു കൽപ്പിച്ചിരുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ?
അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുന്ന യേശു കൽപ്പിച്ചു എന്നല്ല, കൽപ്പിച്ചു എന്ന് പറഞ്ഞ അന്നേരം കൽപ്പിച്ചു എന്നാ. കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ നേരത്തെ കൽപ്പിച്ചെന്ന. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ കൽപ്പിച്ചിട്ടില്ല. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പഠിച്ചു വന്നല്ലേ. പിന്നെ എവിടാ കൽപ്പിച്ചത്? 4:39 കൽപ്പിച്ചത്. അതൊന്ന് വായിച്ചേ. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക. മതി, ഇനി വായിപ്പിക്കുന്നത് നിർത്തുക. യേശു പടകിനകത്ത് കയറി ഗദരദേശത്തേക്ക് പോകുന്നത് കണ്ടപ്പം പകർന്ന തൈലം പോലെ അവന്റെ നാമം ഇളങ്കാറ്റിൽ തഴുകിയാടി. ആ നാമത്തിന്റെ പരിശുദ്ധിയും അതിന്റെ സുഗന്ധവും അക്കരെ നാട്ടിൽ ചെന്നു. 6000 ഭൂതം നോക്കിയപ്പം യേശു വരുന്നു. യേശു ഇവിടെ കാലുകുത്തിയാൽ ഞങ്ങൾ മൂക്കും കുത്തി കടലിൽ പോണം. യേശുവിനെ ഇവിടെ വരുത്താതിരിക്കാൻ എന്ത് ചെയ്യണം? നോക്കിയിരിക്കുമ്പം ശിഷ്യന്മാര് ഉറങ്ങിപ്പോയി. യേശു ഉറങ്ങി, ശിഷ്യന്മാർ യേശുവിനെ ഉറക്കി. അതൊന്നും പറയാൻ നേരമില്ല, സമയമായല്ലോ. യേശു ഉറങ്ങിയ തക്കം നോക്കി അടിയിളകുമാർ ആഞ്ഞാഞ്ഞടിക്കുന്ന പ്രചണ്ഡവാതകത്തെ ഉരുക്കുകോട്ട പോലെ ഉയർത്തിയെടുത്ത് വള്ളം മറിക്കുവാൻ കാറ്റ് വന്നു. യേശു എഴുന്നേറ്റപ്പോൾ പറയുന്ന വാക്ക് കേട്ടോളണം. കരുത്തുറ്റ പങ്കായങ്ങൾ കൊണ്ടും മസിൽ പവർ കൊണ്ടും കാറ്റിനെ അടക്കാൻ കഴിയത്തില്ലെന്ന് വന്നപ്പോൾ അവർ യേശുവിനെ വിളിച്ചു. യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സഹോദരങ്ങളെ, ചാകുന്നതിന് മുൻപ് ഒരു രക്ഷകനെ വിളിക്കാൻ മനസ്സ് വെച്ചാൽ അവൻ ഉണർന്നെഴുന്നേറ്റ് വരും ദൈവമാണ്. യേശു എഴുന്നേറ്റു 2 പദങ്ങൾ. ഒന്ന്, കടലിനോട്. എന്തോ പറഞ്ഞു? എന്നതാണ് ഈ ബഹളം? ഞാൻ 5 അപ്പൊക്കെ എടുത്ത് ശുശ്രൂഷ ക്രൂസഡ് കഴിഞ്ഞ് ആ ഭ്രാന്തന്റെ കെട്ടുപൊട്ടിക്കാൻ വേണ്ടി പോകുമ്പം ഒന്നും മയങ്ങിപ്പോയതല്ലേ? അമ്മ തൊട്ടിൽ ആട്ടുന്ന പോലെ സാധാരണഗതിയിൽ പതുക്കെ ഓളം തട്ടിയാ പോരെ, വള്ളം മറിക്കത്തക്കതിൽ ഇങ്ങനെ ഉയർത്തിയാട്ടണോ? കടല് പറഞ്ഞു ഞങ്ങളല്ല. അവിടെ പറഞ്ഞു അനങ്ങാതിരിക്കും. മനസ്സിലായി. പിന്നെ ആരാ? നോക്ക്, ഒരേ സമയം യേശു മനുഷ്യനും ദൈവവുമാ. കടലിനോട് പറയുമ്പോൾ അവൻ മനുഷ്യനാ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് തുറന്ന് കാറ്റിന്റെ പിറകിൽ കാറ്റുകളെ ദൂതന്മാര് പിടിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ അനാവശ്യമായ ഈശാനമൂലം ഏതാണെന്നറിയാൻ ആത്മീക കണ്ണൂർ നോക്കിയപ്പോഴുണ്ടല്ലോ 6000 ഭൂതങ്ങൾ അന്തരീക്ഷത്തിൽ മാല പോലെ നിൽക്കുന്നു. അടുത്ത പദം, കാറ്റിനെ ശാസിച്ചു. നമ്മൾ എപ്പോഴാ ശാസിക്കുന്നേ? പൈശാചിക ബന്ധനങ്ങൾക്ക് നേരെയാ ശാസിക്കുന്നത്. ഉത്തരം പറയാം ഇന്ന് രാത്രി. കടലിൽ യേശു ശാസിച്ച സെക്കൻഡിൽ കരയിൽ കെട്ടുപൊട്ടി. ഒന്നുകൂടെ പറയുന്നു, യേശുവേ, എൻ്റെ കുഞ്ഞിന് സുഖമില്ല, പൊക്കോ, സുഖമാകും. അവൻ പോകുമ്പം ദാസൻ വന്നിച്ച് പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവൻ ചോദിച്ചു, എപ്പോ? ഇന്നലെ 7 മണിക്ക്. അച്ഛാ, ഇന്നലെ 7 മണിക്കാ യേശു പറഞ്ഞത് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ഒന്ന് എഴുന്നേൽക്കാമോ? ഇന്ന് രാത്രിയിൽ വേഗത്തിൽ എഴുന്നേൽക്കണം. എന്തിനാണെന്നറിയാമോ? ഈ രാത്രിയിൽ ഞാനല്ല പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്, നിങ്ങളാണ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കാം. ഈ കടലിൽ യേശു കൽപ്പിച്ചപ്പോൾ കരയുടെ കെട്ടുപൊട്ടിയെങ്കിൽ ഈ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ പന്തലിനകത്തിരുന്നു കൊണ്ട് നിയോഗമുള്ള ദൈവത്തിന്റെ മക്കൾ അല്പസമയം കരങ്ങൾ തട്ടാൻ പോവുകയാണ്. നിങ്ങൾ കരമടിക്കുമ്പോൾ മനസ്സിലാക്കണം, 10 കിലോമീറ്റർ സറൗണ്ടിൽ പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന ജീവിതങ്ങൾ, ഇതുവരെ വിടുവിക്കപ്പെടാത്ത ചില പ്രിയപ്പെട്ടവരെ ഈ പന്തിനകത്തിരുന്നു കൊണ്ട് ആരാധിച്ചതിന്റെ കെട്ടുപൊട്ടിക്കുവാൻ നിയോഗമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ശക്തമായി